ബ്രഹ്മണി മൂർത്തിമതേ ശ്രുതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരീകുർവതേ ശാന്തൈ കടാക്ഷൈ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനേ വാചം യമാനാം മൗനഭാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ നഃ കൽപതേ സിദ്ധൈ പാദാംബുജരജോലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. നമസ്തേ. SNDP യോഗം പുതുപ്പള്ളി ശാഖയുടെ നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന 32ാമത് ശ്രീനാരായണ ദർശനോത്സവത്തിന് തുടക്കം കുറിക്കുന്ന ഈ വേദിക്ക് അധ്യക്ഷത വഹിക്കുന്ന യൂണിയൻ്റെ ഏറെ ബഹുമാനായ ജോയിൻറ്റ് കൺവീനർ ശ്രീ വി ശശികുമാർ അവർകൾ, ശാഖയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശശിചേട്ടൻ, സെക്രട്ടറി രമേശ് ചേട്ടൻ, പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് രാജു ചേട്ടൻ, ഇന്നിവിടെ ആദരവേറ്റുവാങ്ങുന്ന ഇന്ന് ധർമ്മപ്രചരണ രംഗത്ത് നവമാധ്യമങ്ങളുടെ യുവതലമുറയിലേക്ക് ഗുരുദർശനത്തെ എത്തിക്കുന്ന ശ്രീ അനീഷ് ആനന്ദ് മാതാവ്, അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ പ്രിയങ്കരായ ശാഖാംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, നിങ്ങളെല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം ഞാനൊരു ഭാഗ്യമായി കരുതുകയാണ്. കാരണം ഇന്ന് ദർശനോത്സവം, ഞാൻ കൺവെൻഷൻ എന്ന വാക്ക് ഞാൻ കഴിവതും ഉപയോഗിക്കാറില്ല. നമ്മളത് കടമെടുത്ത വാക്കാണ്. കൺവെൻഷൻ എന്ന ഇംഗ്ലീഷ് പദമാണ് അല്ലേ? ഈ ബൈബിൾ കൺവെൻഷൻ എന്ന വാക്കിൽ നിന്ന് കടമെടുത്ത് നമ്മളും കൺവെൻഷൻ എന്നങ്ങ് പറഞ്ഞു പോവുകയാണ്. ശ്രീനാരായണ ദർശന സുഹൃതമാണ് നമുക്കിവിടെ തരുന്നത് അല്ലേ? ദർശനം എന്നാൽ അനുഭവിച്ചറിയലാണ്. ഗുരുവിൻ്റെ ദർശനത്തെ അനുഭവിച്ചറിഞ്ഞ സുഹൃതികളുടെ ആ വാക്കുകളെ അറിയുവാനും ഗുരു നമുക്ക് പകർന്നു നൽകിയ സന്ദേശവും ധർമ്മവുമൊക്കെ പ്രചരിപ്പിക്കുവാനുമുള്ള വേദിയാണ് ഉത്സവവേദി. ഉത്സവം എന്നാൽ പതഞ്ഞു പൊന്തുന്നതാണ്. ഇവിടെ ശ്രീനാരായണ ദർശന സുഹൃതമാണ് പതഞ്ഞു പൊന്തുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ദർശനോത്സവം എന്ന വാക്കാണ് കുറച്ചുകൂടി അഭികാമ്യം എന്ന് മനസ്സിലാക്കുന്നു. ഇതിവിടെ നടക്കുന്നത് 32ാമത് ദർശനോത്സവമാണ്. ഈ 32ൻ്റെ എന്തെങ്കിലും പ്രത്യേകതകളെ കുറിച്ച് അറിയുമോ? ഗുരുവിൻ്റെ ജനനം മുതൽ സശരീരൻ മനുഷ്യ ജന്മം അവതാരം ചെയ്ത മഹാഗുരു, നമുക്കറിയാം, അവതാര പൂർത്തീകരണം അഥവാ ബ്രഹ്മത്തെ അറിഞ്ഞ് സാക്ഷാത് പരബ്രഹ്മ സ്വരൂപനായി ഈശ്വരനായി അവതാരം ചെയ്ത മഹാഗുരു നമുക്കായി സന്ദേശങ്ങൾ അരുളിക്കൊണ്ട് ഈ ജനസമൂഹത്തെ, ഒരുപക്ഷെ നമ്മൾ പറയുമ്പോൾ അന്ധതയിൽ ആണ്ടുപോയ, അജ്ഞാനാന്ധകാരത്തിൽ ആണ്ടുപോയ ഒരു മഹാജനതയെ കൈപിടിച്ചുയർത്തുവാൻ നമുക്കായി ഈ പറഞ്ഞതുപോലെ ശശികുമാർ സാറിവിടെ പല വിഷയങ്ങൾ പറഞ്ഞു. ക്ഷേത്രമൊക്കെ നമുക്ക് അന്യമായിരുന്നു.
ആ ഒരു കാലഘട്ടത്തിൽ 1888 അരൂപ്പുറത്ത് ശിലയോട് ചേരുന്ന ആ ശിവപ്രതിഷ്ഠ നടത്തി ആ മഹാഗുരു അവിടെ പച്ചിലച്ചാറുകളിൽ എഴുതി വെച്ച ഒരു മഹത് വചനം, ദിവ്യ സന്ദേശം ഇവിടെ പറയുകയുണ്ടായി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ വചനത്തിൽ എത്ര അക്ഷരമുണ്ടെന്ന് പറയാമോ? എണ്ണി നോക്കിയിട്ടുണ്ടോ? ഇനിയും പോയി എണ്ണി നോക്കണം കേട്ടോ. 32 അക്ഷരമാണ് കേട്ടോ. അപ്പോൾ മഹാഗുരു നമുക്കരുൾ ചെയ്ത ആ ദിവ്യ സന്ദേശത്തിലുള്ളത് 32 അക്ഷരങ്ങളാണ്. ഗുരു ആ ശില പ്രതിഷ്ഠിക്കുന്നത് 32ാമത്തെ വയസ്സിലാണ്. ഇനിയും 32ന്റെ വേറെ കണക്കുകളുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം. ദൈവദശകം അറിയില്ലേ? ദൈവമേ കാത്തുകൊള്ളുക, അങ്ങനെ തുടങ്ങി ആഴണം വാഴണം സുഖം അവസാനിക്കുന്ന ദൈവദശകം. എത്ര അക്ഷരമുണ്ടെന്നറിയാവോ? ഇന്ന് പോയി എണ്ണി നോക്കണം കേട്ടോ. 32ന്റെ വലതുവശത്ത് ഒരു 0 കൂടെ ചേർത്താൽ മതി. 320 അക്ഷരമാണ് ദൈവദശകം. നമ്മൾ ചിലർ ചൊല്ലി വരുമ്പോൾ നമ്മൾ 325ഉം 323ഉം ഒക്കെ ആക്കി നമ്മൾ അക്ഷരങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. ആ വൃത്തത്തെ നമ്മൾ മാറ്റിമറിക്കാറുണ്ട്. പക്ഷേ ദൈവദശകത്തിൽ എത്ര അക്ഷരമേ ഉള്ളൂ? 320 അക്ഷരം. ഇനിയുമുണ്ട് 32ന്റെ കണക്ക്. ദർശനമാല എന്ന് കേട്ടിട്ടുണ്ടോ? ഒന്ന് എണ്ണി നോക്കണം കേട്ടോ. ഒരു 0 കൂടി ഇട്ടാൽ മതി. 3200 അക്ഷരമാണ് കേട്ടോ. അപ്പോൾ 32 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഇന്നിവിടെ ഈ ദർശനോത്സവം 32ാമത് ദർശനോത്സവമാണ്. ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ 32ന്റെ കണക്കിനെ കുറിച്ച് ഓർത്തത്. പുതുപ്പള്ളി വരുമ്പോൾ ഒരു കുടുംബത്തേക്ക് കടന്നു ചെല്ലുന്ന ഒരു അനുഭൂതിയാണ്. ഇവിടെ ശശിചേട്ടനും ഇവിടെ സെക്രട്ടറിയൊക്കെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും കോട്ടയം യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ചങ്ങനാശ്ശേരിയുടേതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഒരു സ്നേഹം, സൗഹൃദം. ഞാൻ യൂണിയൻ്റെ എനിക്കൊന്ന് കൗൺസിലറൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ഫാമിലി കൗൺസിലർ എന്ന രീതിയിൽ ഞാനിവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ മുതൽ ആ കാലഘട്ടം മുതൽ വരുന്നതാണല്ലേ, കുറേ അധിക വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു ഒഴിച്ചുകൂടാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് നിരവധിയായ വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അപ്രതീക്ഷിതമായി ഞാൻ 7 മണിയാകുമ്പോൾ വിളക്ക് കൊളുത്തിയിട്ട് പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞാണ് വന്നത്. എൻ്റെ കൂടെ ഞങ്ങളുടെ കൗൺസിലർ ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്, ഇന്നിവിടെ പ്രഭാഷണം നടത്തേണ്ടിയിരുന്ന നമ്മുടെ സലാം മുസ്ലിയാർ അവർകൾ എന്തോ അത്യാവശ്യം ഒരു നെഞ്ചുവേദനയുണ്ടായി ഹോസ്പിറ്റലാണ് എന്നറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം സംസാരിക്കണം. അതും ഒരു നിയോഗമായി ഞാൻ കണക്കാക്കുകയാണ്. അപ്പോൾ പ്രഭാഷണം ഇന്നിവിടെ നടത്തണം, ഉദ്ഘാടനം ചെയ്തിട്ട് പോയാൽ പോരാ എന്ന ഗുരുവിൻ്റെ നിയോഗമുള്ളത് കൊണ്ടാവാം അങ്ങനെ സംഭവിക്കുന്നത്. നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നിയോഗമുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു നിയോഗമാണ്. പലർക്കും ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റാത്തതും ഒരു നിയോഗമാണെന്ന് കൂട്ടിക്കൊള്ളുക. നമ്മൾ കഴിക്കുന്ന അരിമണികളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആര് കഴിക്കണമെന്ന്. ചിലപ്പോൾ ചോറിനകത്ത് പോയി കൈ ഇട്ടിട്ട് വായിലോട്ട് കൊണ്ടുവരുമ്പോഴായിരിക്കും തട്ടിക്കളയുന്നത്. ആ ചോറ് താഴെ പോകും. കാരണം ആ അരിമണിയിൽ എഴുതി വെച്ചിരിക്കുന്നത് കാക്കയുടെയും പൂച്ചയുടെയും പേരാണ്. കാരണം ഇത് താഴെ കളയുന്ന എടുത്ത് പൂച്ചയ്ക്കും പട്ടിക്കും ആയിരിക്കും കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു യോഗമുണ്ടെങ്കിലേ ഇതൊക്കെ സാധ്യമാകൂ. ജീവിതത്തിൽ നാം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ധാർമ്മിക ബോധത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്താൽ നാം ഒന്നിനെയും ഭയക്കേണ്ടതില്ല. ധർമ്മനിഷ്ഠ നമുക്കുണ്ടായിരിക്കണം. ജീവിതത്തിൽ അത്തരത്തിൽ ചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും തലകുനിക്കാറില്ല. കാരണം ചെയ്യുന്നത് ധാർമ്മികമാണെങ്കിൽ നമ്മൾ എന്തിനു തലകുനിക്കണം? ഈ ഒരു ചിന്താഗതി ശശികുമാർ സാറിനെ ഞാൻ സത്യം പറഞ്ഞാൽ കോട്ടയത്ത് വന്നപ്പോഴാണ് കാണുന്നത്. ഞങ്ങൾ തമ്മിലാണ് ഈ കമ്മിറ്റിയിലുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമായി ജനറൽ സെക്രട്ടറി വിളിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ലീഗൽ അഡ്വൈസർ വിളിച്ചു. അപ്പോഴാണ് പറയുന്നത് കോട്ടയത്തേക്കൊന്ന് പോകണം, ഒരു ചാർജ് എടുക്കണം. കൺവീനറാണെന്നും എനിക്കറിയില്ല. പെട്ടെന്ന് അപ്പോൾ ശശികുമാർ സാറിനെ ഒന്നും അറിയില്ല. വൈകിട്ട് വിളിച്ചപ്പോൾ ജനറൽ സെക്രട്ടറി ചിരിയോടുകൂടി പറഞ്ഞു, ആ കോട്ടയം കൂടെ ഒന്ന് ഏക്കണമെന്ന്. കാരണം ചെങ്ങന്നൂറും ചങ്ങനാശ്ശേരിയുണ്ട്, ആ കോട്ടയം കൂടെ ഒന്ന് ഏക്കണം. തുഷാർജിയെ വിളിച്ചപ്പോൾ തുഷാർജി പറഞ്ഞു, കുഴപ്പമില്ല സഹോദരൻ, ഞാൻ ചെയർമാനും സഹോദരൻ കൺവീനറുമായിട്ടാണ്. വളരെ കൂളായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഞാനൊന്ന് ഞെട്ടി. കാരണം കോട്ടയം പോലെയുള്ള സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ അറിയാവുന്ന മുഖങ്ങളേ ഉള്ളൂ. ഏത് ശാഖയെ കടന്നു ചെന്നാലും 99% പരിചിതമായ മുഖങ്ങളാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. കഴിഞ്ഞ വർഷം ഞാനിവിടെ വരുമ്പോൾ രാജീവ് സാറും ഒക്കെ ആയിട്ടാണ് വേദി പങ്കിട്ടത്.
ഇന്ന് ആ സ്ഥാനത്തിരിക്കുമ്പോൾ മനസ്സിൽ ഒരു ചെറിയ വേദനയുമുണ്ട്. കാരണം ഒരു യൂണിയൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ച് ഇവിടെ വന്നിരിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ചിന്തിച്ചു, ഇതൊരു നിയോഗമായിരിക്കാം. ഇന്ന് നാഗമ്പടം ക്ഷേത്ര സന്നിധിയിൽ പോയി നിന്നുകൊണ്ട് ആ തേന്മാവിൻ്റെ മറവിൽ നിന്ന് ഇന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് ഗുരുവിൻ്റെ നിയോഗമായിരിക്കാം. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇന്ന് SNDP യോഗത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 1 മുതൽ 108 വരെയുള്ള ശാഖകളുടെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് എവിടെ വെച്ചാ? നാഗമ്പടത്ത് വെച്ച് മാത്രമെന്നല്ല പറയുന്നത്. നാഗമ്പടത്തൊരു മുത്തച്ഛി നിപ്പുണ്ട് അല്ലേ? ആരാണ്? ഒരു തേന്മാവ് നിപ്പുണ്ട്, ശരിയല്ലേ? ആ തേന്മാവിൻ്റെ ചുവട്ടിൽ വെച്ച. പക്ഷേ അവിടെ വേദിയിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ ഈ തേന്മാവിന് അഭിമുഖമായി നിൽക്കാനുള്ള അവസരമില്ല. നമ്മൾ അവിടെ പോയി എന്ന് പറയാം ഹൗസിങ്ങും കാണിച്ചുകൊണ്ട് നിൽക്കേണ്ട രീതിയിലാണ്. അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. ഞങ്ങൾ വന്ന ആദ്യത്തെ മീറ്റിങ്ങിൽ കയറിയപ്പോൾ പറഞ്ഞു, ഭഗവാനെ അനുഗ്രഹിക്കുമെങ്കിൽ ഈ തേന്മാവിനെ നോക്കി നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയാകണേ, അതിനൊരവസരം ഒരുക്കണേ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇവിടെ കൂടിയവരെല്ലാവരും കൈയടിച്ചു. കാരണം തീർച്ചയായും അത് ആവശ്യമാണ്. നമ്മൾ പലതും മറന്നു കളയുക. ആ തേന്മാവിൻ ചുവട്ടിൽ പലരും ചെയ്യുന്ന എന്താണെന്നറിയാവോ? ചെരുപ്പ് ഊരിയിടാൻ പറ്റുന്ന സ്ഥലമായിട്ടാണ് ഇപ്പോൾ തേന്മാവിൻ ചുവട് നിൽക്കുന്നത്. ഇന്ന് നോക്കിക്കേ, ഡിസംബർ മാസം എത്തി. ലോകം മുഴുവൻ ഗുരുവിനെ അറിയുന്നത് ഗുരുദർശനമാണ് ലോക നന്മയ്ക്ക് അനിവാര്യമെന്നും നല്ലതെന്നും പറയുന്നതിൻ്റെ കാരണം ശ്രീനാരായണ ദർശന സുഹൃതം അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ്. ഗുരു 100 വർഷങ്ങൾക്ക് മുമ്പ് അരുൾ ചെയ്ത പലതും ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത്. അതിന് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ എപ്പോഴും തലയുയർത്തി നിൽക്കുന്നത് കോട്ടയംകാരാ. കാര്യം എന്താണെന്നറിയാവോ? ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക്, രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക്, ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഗുരു കൽപ്പിച്ച അരുളുകൾ മതിയാവും. അഷ്ടവിഷയങ്ങൾ ഇല്ലേ? തീർത്ഥാടന ലക്ഷ്യമായി നമുക്ക് പകർന്നു നൽകിയ വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം, ഈ അഷ്ടവിഷയങ്ങൾ ഈ സമൂഹത്തിൽ ഇന്ന് പ്രചരിപ്പിച്ച് ഗുരുവിനെ അറിഞ്ഞും സംഘടനാപരമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും ഒക്കെ നമ്മൾ പുരോഗതിയിലേക്ക് കടന്നത് ഗുരുദർശനം അറിഞ്ഞുകൊണ്ടാണ്. ഈ സുഹൃതം നുകരുവാൻ അവസരമൊരുക്കി തീർത്ഥാടനത്തിന് ആദ്യമായി അനുമതി നൽകിയത് എവിടെ വെച്ചാ? കിട്ടൻ റൈറ്ററും വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും വന്നത് എവിടെയാണ്? നാഗമ്പടത്തെ തേന്മാവിൻ ചുവട്ടിൽ. ആ കഥ തേന്മാവ് പറയും, ശരിയാണോ? അപ്പോൾ ഇന്ന് ലോകം അറിയുന്ന തരത്തിലേക്ക് ദർശന സുഹൃതം അരുൾ ചെയ്ത ആ അവസ്ഥാവിശേഷം ഉണ്ടാക്കുവാൻ കാരണഭൂതമായ മണ്ണാണ് ഈ നാഗമ്പടത്തിൻ്റെ മണ്ണ്. അതിന് സാക്ഷ്യം വഹിച്ച മുത്തച്ഛി ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അത് ചെരുപ്പൂരി വെക്കാനുള്ളതല്ല, അത് നമുക്ക് തീർച്ചയായും ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം അവിടെയുണ്ട്. അത്തരത്തിലൊന്ന് ആക്കിയെടുക്കണമെന്ന് ആഗ്രഹം. കോട്ടയംകാരോട് ഇത് പറയുമ്പോൾ നിങ്ങൾക്കതൊരു സുഖമാണ് അല്ലേ? ശരിയല്ലേ? ഞങ്ങളൊക്കെ ഇങ്ങനെ അപ്പുറം നിന്ന് കാണാനേ പറ്റൂ, പക്ഷേ ഇത് നിങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. അപ്പോഴാണ് ഞങ്ങളുടെ നിയോഗം മനസ്സിലായത്. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുവാനെങ്കിലും ഒരവസരം ഉണ്ടായല്ലോ എന്ന്. തീർച്ചയായും അതൊക്കെ അത്തരത്തിൽ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിരവധിയായ വിഷയങ്ങൾ പ്രഭാഷണം നടത്തിയിട്ടുള്ള വേദിയാണ് ഈ പുതുപ്പള്ളിയുടെ വേദി. പ്രത്യേകമായ വിഷയങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല. ശശികുമാർ സാർ നിർത്തിയെടുത്തു എന്ന് നമുക്ക് തുടങ്ങാം. അതായിരിക്കും കൂടുതൽ ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഭക്തി, വിശ്വാസം ഇവയെ ഇന്നും ആശങ്കയോടുകൂടി കാണുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ക്ഷേത്രത്തിലിരിക്കുന്നത് സാത്താനാണോ ദൈവമാണോ? നിങ്ങളോടാണ് ചോദ്യം. ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് സാത്താനാണോ ദൈവമാണോ? ആരാ? ദൈവം. പക്ഷേ നിങ്ങൾക്ക് ഭയമാണ് ക്ഷേത്രത്തിലേക്ക് പോയില്ലെങ്കിലും പോയാലും. ശരിയല്ലേ? അയ്യോ എനിക്കറിയത്തില്ല ഇല്ല, എന്തൊരു വെപ്പാണില്ലേ? കാര്യം എന്താ? അപ്പോൾ നിങ്ങൾ ഭയക്കുന്നതാണ് ദൈവത്തെ ഇല്ലേ? സാത്താനെ ഇഷ്ടവുമാണില്ല, അത് കുഴപ്പമില്ല. ഇച്ചിരിയൊക്കെ തട്ടിയും മുട്ടിയാലും സാത്താൻ അങ്ങ് സഹിച്ചോളും. പക്ഷേ ദൈവത്തിനെ ഭയക്കാനുള്ളതല്ല ദൈവം. നമ്മളെ സ്നേഹിക്കുവാൻ അല്ലേ, നമുക്ക് ആരാധിക്കുവാൻ, നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാക്കുവാൻ ഉള്ളതാണ് ഈശ്വരൻ. പക്ഷേ നമ്മളെല്ലാവരും ഈശ്വരനെ കാണാൻ വേണ്ടി ഓടി നടക്കുക. കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. ആ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. എപ്പോൾ കിട്ടും? ഇപ്പം കിട്ടും. അതാണിപ്പോൾ ഇവിടെ പറഞ്ഞത് ധർമ്മശാസ്താവിൻ്റെ. അപ്പം ധർമ്മശാസ്താവിനെ പറഞ്ഞപ്പോൾ എനിക്ക് ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാനൊരിക്കൽ
ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സപ്താഹ വേദിയിലേക്ക് പോയി. സപ്താഹമാണ് കേട്ടോ. സപ്താഹം 18ാമത്തെ പുരാണമായ ശ്രീകൃഷ്ണന്റെ പുരാണമാണ്, ചരിതമാണ് സപ്താഹം. ഈ സപ്താഹ വേദിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അത് ഒരു നായർ സർവീസ് സൊസൈറ്റിയുടെ തന്നെ. ജാതി പറയാമെന്നൊന്നും ചിന്തിക്കേണ്ട, ഉള്ള കാര്യം വിളിച്ചു പറയുമ്പോൾ അതിനെ നിങ്ങൾ അങ്ങനെയൊന്നും കാണണ്ട. കാരണം ഇത് പറയുന്നത് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതുപോലെ നാം ജാതി പറയുന്നത് ജാതി ഉണ്ടാക്കാനല്ല, ജാതി ഇല്ലാതാക്കാനാ. അതുകൊണ്ടാണല്ലോ ഇവിടെ തിരുമേനിയുടെയും ശാന്തിയുടെയും കഥ പോലും പറഞ്ഞത്. കാരണം എന്താ? ഇന്നും നമ്മളുടെ നാവിൽ നിന്ന് അറിയാതെ വന്നു പോകുന്ന വിവേചനത്തെ ഇനിയും മാറ്റണം. ഇവിടെ ശബ്ദിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ ശബ്ദിക്കുമ്പോൾ നമ്മൾ വർഗീയവാദി എന്ന് പറയുന്നവരാണ് വർഗീയവാദികൾ. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വിവിധ തലങ്ങളിൽ വന്ന്, വിവിധ സ്ഥലങ്ങളിൽ വന്ന്, വിവിധ വേദികളിൽ വന്ന് പ്രസംഗിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജാതി കോമരങ്ങൾ. നമ്മൾ പറയുന്നത് എന്താ? ഗുരുദർശനമാ, ജാതി ഇല്ലാതാക്കാനാ. അങ്ങനെ നടക്കുന്ന നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അറിയുവോ? അപ്പോൾ വേദി നല്ല അലങ്കൃതമായ വേദി. ആ വേദിക്കുള്ളിൽ കമനീയമായ ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ച് വിളക്ക് കൊളുത്തിയിരിക്കുന്നു. ഞാൻ അവിടെ വഴിയെ ചെല്ലുമ്പോൾ വണ്ടിയിൽ ഇരുന്ന് കേട്ടു ആചാര്യൻ്റെ പ്രഭാഷണം. ആചാര്യൻ ഒരു വർമ്മയാണ്. ഏത് വർമ്മ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇച്ചിരി കൂടിയ ഇനമാണെന്ന് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഞാനിത് പറയും കാരണം എനിക്കുണ്ടായ മനോവേദന അത്തരത്തിലാണ്. ഈ ശ്രീനാരായണ ദർശനം പകരുവാനും ജാതി മത ചിന്താക്കൾക്ക് അതീതമായി പ്രവർത്തിക്കാനും ആഗ്രഹിച്ച് എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ SNDP യോഗത്തിൻ്റെ ഇത്തരത്തിലുള്ള സേവക കസേരകളിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവം ഇതാണെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ആ വേദിയിലേക്ക് ചെന്നോ, ആ കരയോഗത്തിൻ്റെ ആളുകൾ എന്നെ സ്വീകരിച്ചു. അവരെന്നോട് യാതൊരു വിവേചനവും കാണിച്ചില്ല. പക്ഷേ ആ ഇരുന്ന ആചാര്യൻ ഞാനൊന്ന് നമസ്തേ പറഞ്ഞിട്ട് തിരിച്ച് നമസ്തേ പറയുവാൻ തയ്യാറായില്ല. അതെനിക്ക് വിഷമമുണ്ടാക്കി. കാരണം ഈ ആചാര്യൻ വിചാരിച്ചത് ഭാഗവതം ഒന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള സാധനം അല്ലല്ലോ. കാരണം വേദം പഠിക്കാൻ പോയപ്പോൾ ചെവിയിലേക്ക് ആ തീയെ ഉരുക്കി ഒഴിച്ചതല്ലേ. അപ്പോൾ വേദാന്ത സത്തൊന്നും അറിയില്ല എന്ന വിചാരം കൊണ്ടായിരിക്കാം നമസ്തേ പറഞ്ഞിട്ട് ഇവൻ്റെ മുന്നിൽ തൊഴണോ എന്ന് വിചാരിച്ച് അദ്ദേഹം നമസ്തേ പറയായിരുന്നത്. എനിക്കിപ്പോൾ ഒരു വിഷമം തോന്നിയോണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. കാര്യം എന്താണെന്നറിയാവോ? ഞാൻ ഇവിടെ നമസ്തേ പറഞ്ഞിട്ട് നിങ്ങളെല്ലാം കയ്യും കെട്ടി നോക്കിയിരിക്കുക. 32ാമത്തെ സപ്താഹ വേദി സപ്താഹം പോട്ടെ, ദർശനോത്സവ വേദിയാ. ഈ നമസ്തേ എന്ന വാക്കിൻ്റെ അർത്ഥം പഠിച്ചില്ലെങ്കിൽ നാണക്കേടാ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്താ ഈ നമസ്തേ എന്ന് പറഞ്ഞ? പിന്നെ ഞാൻ മാലയിട്ട് ഷാളും ഒക്കെ ഇട്ടിരിക്കുമ്പോൾ അവൻ്റെ മുന്നിൽ തൊഴാൻ പോവല്ലേ, അവൻ്റെ മുന്നിൽ താഴാൻ പോവല്ലേ, ഇതാ ചിന്ത. അവിടെ കിട്ടി ശബരിമലയ്ക്ക് പോയപ്പം പോയതും വന്നതും നിന്നതും എല്ലാം ആരായിരുന്നു? സ്വാമി ഇല്ലേ? കഴുതയും സ്വാമി, ശരിയാണോ? പുലിയും സ്വാമി, പുലിസ്വാമി എന്ന് വേണേ വിളിച്ചു കളയും, ശരിയല്ലേ? അപ്പോൾ വന്നതും പോയതും നിന്നതും എല്ലാം സ്വാമി. അവിടെ എഴുതി വെച്ചിരിക്കുന്നു തത്വം അസി, അത് നീയാകുന്നു, ഇല്ലേ? ഇരിക്കുന്നതും സ്വാമി, നാമും സ്വാമി എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ സത്താണ്. തത്വം അസി അഹം ബ്രഹ്മാസി, ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു. ഞാനും നീയും രണ്ടല്ല, ഒന്നാകുന്നു ഈ ബോധം. അപ്പോൾ ഈ ആചാര്യൻ വേദവ്യാസ മഹാമുനി ചമച്ച 18ാമത്തെ പുരാണത്തെ, വേദത്തിൻ്റെ സത്യയെ ഈ മനുഷ്യർക്ക് പകർന്നു നൽകാൻ വന്ന ആ ആചാര്യനെ നോക്കി ഒന്ന് നമിച്ചിട്ട് തിരിച്ച് നമസ്കരിച്ചില്ലെങ്കിൽ എത്ര വലിയ വർമ്മയാണെങ്കിലും നമുക്ക് വിഷമുണ്ടാകാതിരിക്കുമോ? എന്തായാലും ഞാൻ ആ വേദിക്കുള്ളിൽ അലങ്കൃതമായിരിക്കുന്ന ആ ശിലാവിഗ്രഹം, കൃഷ്ണൻ്റെ ഓടക്കുഴലിൽ PPP ഓതി നിൽക്കുന്ന ശിലാവിഗ്രഹത്തെ കണ്ട് ഞാനൊന്ന് തൊഴുതി. കൃഷ്ണൻ എന്തായാലും കൈയെടുത്ത് തൊഴുതില്ല, കാരണം അത് ശിലയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഇരുന്ന ആചാര്യൻ ശിലയായിരുന്നില്ല, അത് ജീവനുള്ള വസ്തുവായിരുന്നു. പക്ഷേ അദ്ദേഹവും തൊഴാൻ മനസ്സ് കാണിച്ചില്ല. എന്തായാലും ഈ കാണുന്നത് വിളിച്ചു പറയുന്നത് ഈ അധ്യാപകരുടെ ഒരു ദുശീലമായതുകൊണ്ടാവാം. ഞാൻ മൈക്കിൻ്റെ മുന്നിലേക്ക് വന്നു. ഞാൻ വേറൊന്നും പറഞ്ഞില്ല, ഗുരുധ്യാനം ഒന്ന് ചൊല്ലി. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അദ്ദേഹം നോക്കുന്നില്ല, ഞാൻ അദ്ദേഹത്തെ ഏറുകണ്ടിട്ട് നോക്കുന്നുണ്ട്. അദ്ദേഹം കിഴപ്പോട്ടും കുഞ്ഞിരിക്കുക. എന്നിട്ടും വീണ്ടും ഞാൻ രണ്ടാമത് ചൊല്ലി. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായിരുന്ന പരമാചാര്യ രൂപഹരിനാരായണായ നമോ. ഞാൻ നോക്കിയപ്പോൾ ആചാര്യൻ കണ്ണിട്ട് നോക്കാൻ തുടങ്ങി. എടാ, ഇവൻ SNDP-കാരൻ വന്നിട്ട് ഇതെന്താ ഇങ്ങനെ എന്ന് കണ്ടിട്ടായിരിക്കാം, എന്തുമാവട്ടെ.
രണ്ടാമത്തെ വരി വീണ്ടും ചൊല്ലി. ഒന്നായ നിന്നൈക രണ്ടെന്നു കണ്ടളവിനുണ്ടായൊരിണ്ടൽ ബദ മിണ്ടാവതല്ല മമ പണ്ടേ കണക്കു വരുവാൻ. ഞാൻ നിർത്തിക്കളഞ്ഞു. കണ്ടോ, നോക്കി കണ്ടോ, നിർത്തിയപ്പോൾ നോക്കി കണ്ടോ. തെറ്റ് പറ്റാൻ നോക്കിയിരിക്കുക നമ്മൾ മറ്റുള്ളവർക്ക്. മനസ്സിലായോ? ശരി പറഞ്ഞാൽ നോക്കത്തില്ല, തെറ്റ് പറ്റുമ്പോഴേ നോക്കൂ. ഞാൻ നിർത്തിയതും ആചാര്യൻ ഇങ്ങനെ എന്നെ നോക്കി. ഈ ഇരിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന സവർണ അമ്മമാരെല്ലാം എന്നെ നോക്കി. ക്ഷേത്രം അതായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. നമ്മൾ അവർണരാണല്ലോ. അപ്പോൾ ഫ്രണ്ടിലിരുന്ന സവർണ അമ്മമാരും സഹോദരിമാരും എല്ലാം എന്നെ നോക്കി. തെറ്റുപറ്റിയതായിരിക്കുമെന്ന് വിചാരിച്ചാണ് നോക്കിയത്. എല്ലാവരും നോക്കിയപ്പോൾ ഞാൻ മൂന്നാമത്തെ വരി ചൊല്ലി. എന്താ മൂന്നാമത്തെ വരി? അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിലാദിമമായ ഒരാത്മരൂപം. ഇവര് കണ്ണും തള്ളി നിൽക്കുക. ഇതെന്നതാ ഈ ചൊല്ലുന്നത്? അപ്പോൾ ആചാര്യൻ സൂക്ഷിച്ചു നോക്കി. ഞാൻ പറഞ്ഞു, ഹരിനാമകീർത്തനം ചൊല്ലുന്ന സഹോദരിമാരെ, ആദ്യത്തെ ഒരു വരി ചൊല്ലിയപ്പോൾ നിങ്ങളുടെ വായനങ്ങുന്നത് ഞാൻ കണ്ടു. ഇവിടെയും പലരുടെയും ചുണ്ടനങ്ങുന്നത് ഞാൻ കണ്ടു കേട്ടോ. രണ്ടാമത്തെ വരി ചൊല്ലിയപ്പോൾ ചുണ്ടനങ്ങിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഞാൻ നിർത്തിയപ്പോഴും നിങ്ങളുടെ ചുണ്ടനങ്ങി, പക്ഷേ നിങ്ങൾ കണ്ണ് തള്ളി നോക്കി. പക്ഷേ മൂന്നാമത്തെ വരി ചൊല്ലിയപ്പോൾ ഒരാളുടെയും ചുണ്ടനങ്ങിയില്ല. അങ്ങനെ ചുണ്ടനങ്ങാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മൂന്നാമത് ചൊല്ലിയത് ഹരിനാമകീർത്തനത്തിലെ മൂന്നാമത്തെ വരിയല്ല, ശ്രീനാരായണ ഗുരുതൃപാദങ്ങൾ രചിച്ച ആത്മോപദേശ ശതകത്തിലെ വരികളാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പുറകിൽ നിന്ന് കയ്യടി കേട്ടു. അപ്പം എനിക്ക് മനസ്സിലായി, സവർണരും മാത്രമല്ല അവർണരും ആ വേദിയിലുണ്ട് എന്ന് മനസ്സിലായി. കയ്യടി വന്നത് പുറകിൽ നിന്നായിരുന്നേ. പിന്നാക്കക്കാരാണല്ലോ, പിന്നിലല്ലേ ഇരിക്കൂ. ഫ്രണ്ടിൽ കണ്ടോ കസേര കിടക്കുന്ന, എന്നാലും നമ്മൾ എവിടെ ഇരിക്കൂ? ആ പിന്നിൽ. അത് നമ്മുടെ ഒരു ശീലമാണ്. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞു തുടങ്ങി, അമ്മമാരെ സഹോദരിമാരെ, നിങ്ങൾ ആദ്യം ചൊല്ലിയ വരിയുടെ അർത്ഥമൊന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഓംകാരമായ പൊരുൾ. അപ്പോൾ ഓംകാരം എന്താണെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു. മൂന്നായി പിരിഞ്ഞു. എന്താ ഈ മൂന്നായി പിരിഞ്ഞത്? എന്താണ്? സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം, ത്രിഗുണങ്ങളായി പിരിഞ്ഞു. സ്ത്രീ എന്ന വാക്ക് തന്നെ ഉണ്ടായത് എങ്ങനെയാ? സാത്വികം, തമോ ഗുണം, രജോ ഗുണം. 3 വാക്കുകളുടെ ആദ്യാക്ഷരങ്ങൾ ചേർന്നാൽ എന്ത് കിട്ടും? സാധാരണ സ്ത്രീ എന്ന വാക്ക് കിട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞു, മൂന്നായി പിരിഞ്ഞപ്പോൾ അതിൽ നിന്ന് എന്തുണ്ടായി? അഹങ്കാരമുണ്ടായി. അതിന് താൻ തന്നെ ആടോ നാരായണ സാക്ഷി. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ബോധം വരുത്തിത്താ നാരായണ എന്നാണ് ആദ്യത്തെ വരി. പിടി കിട്ടിയോ? ചുമ്മാ കമന്ന് കിടന്ന് ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. ബോധം വരാനുള്ളതാണ് ഈ പ്രാർത്ഥനകളെ. ഗുരുവിൻ്റെ കൃതികൾ ചൊല്ലുമ്പോഴും മനുഷ്യന് ബോധം വരാനുള്ളതാ. അല്ലാതെ അയ്യോ കീർത്തനം ചൊല്ലിയിട്ട് ലോട്ടറി അടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ലോട്ടറി അടിക്കാൻ പ്രാർത്ഥിക്കുന്നവരാ, ശരിയല്ലേ? ഇതല്ല പ്രാർത്ഥന. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്താണ് രണ്ടാമത്തെ വരി? ഒന്നായ നിന്നൈക രണ്ടെന്നു കണ്ടളവിനുണ്ടായൊരിണ്ടൽ ബദം മിണ്ടാവതല്ല മമ. എന്താ? ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ട മണ്ടത്തരവേ, എനിക്ക് മിണ്ടാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് എന്നെ പണ്ടേ കണക്കൊന്നാക്കി തരാ നാരായണാന്ന്. പിടി കിട്ടിയോ? അപ്പൊ പിന്നെ മൂന്നാമത്തെ വരി ചേരുന്നതല്ലേ? അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിലാധിമമായ ഒരാത്മരൂപം, അവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. ഞാൻ പറഞ്ഞു, വേദവേദാന്തങ്ങൾ പഠിക്കുവാൻ അവസരമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ജന്മം കൊണ്ട മഹാഗുരു ഞാനെന്നും നീയെന്നും രണ്ടായി കാണുന്നത് ഒന്ന് തന്നെയാണെന്ന ആ സത്യത്തെ വെളിപ്പെടുത്തിയതാണ് ഈ കൃതിയിലൂടെ. ഇത് തിരിച്ചറിയണം. അതായിരുന്നു മഹാഗുരു എന്ന് സമർത്ഥിക്കുവാൻ എന്നെക്കൊണ്ട് സാധിച്ചു. കാരണം ഞാനും ഇച്ചിരി ഭാഗവതം വായിച്ചിട്ടുണ്ട്. ഭാഗവത ആചാര്യന്മാരോടൊപ്പം ഒത്തിരി വേദികൾ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്തായാലും ഈ ആചാര്യൻ എന്നെ ഒന്ന് നോക്കിയല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രിയമുള്ളവരെ ഈ തിരിച്ചറിവുണ്ട് എന്ന് വിചാരിച്ചു കൊണ്ടാണ് 7ാമത് സപ്താഹമായിരുന്നു അത് കേട്ടോ. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 7 സപ്താഹ വേദിയിലൂടെ കടന്നുപോയ നിങ്ങൾക്ക് വേദസത്ത തിരിച്ചറിയുമെന്ന് വിചാരിച്ചിട്ടാണ് അറിയാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നമസ്തേ പറഞ്ഞത്. അത് തിരിച്ചു പറയാഞ്ഞപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി, നിങ്ങളൊക്കെ സപ്താഹത്തിന് ഉച്ചക്കഞ്ഞ് കുടിക്കാൻ വരുന്നവരാണെന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ ഞാൻ നമസ്കരിച്ചപ്പോൾ നമസ്തേ പറഞ്ഞേനെ. കാരണം ഞാനുമല്ല നീയുമല്ല, രണ്ടും ഒന്നാണെന്ന ബോധത്തെയാണ് എന്തിലൂടെ പകർന്നു നൽകുന്നത്? നമസ്തേ. അപ്പോൾ നിങ്ങൾ ഇനി ആരെ കണ്ടാലും എന്ത് ചെയ്യണം? നമസ്തേ പറയണം. തിരിച്ചു പറഞ്ഞില്ലേ എന്ത് വിചാരിച്ചോണം?
ഒന്ന് ചിരിച്ച് കാണിച്ചേക്കണം. എന്താ? ബോധമില്ലാത്തവനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് തിരിച്ചു പറഞ്ഞെങ്കിൽ ഓർത്തുകൊള്ളുക, ബോധമില്ല, ഭക്തിയുടെ പടവും ചൂടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ എന്ന് മാത്രം വിചാരിച്ചേക്കുക. അതുകൊണ്ട് കൊച്ചാണോ വലുതാണോ, വണ്ണമുണ്ടോ വണ്ണമില്ലയോ ഒന്നും നോക്കണ്ടാത്തതിനൊരു കാര്യം ഞാൻ പറയാം. ഗുരു നമുക്ക് വേണ്ടി ഇതിനെയൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ, കീർത്തനമൊക്കെ ആലപിക്കാൻ എനിക്ക് രാഗവും താളവും ഒന്നും ഇല്ലെന്നേ, അതുകൊണ്ട് ഒരു ഗദ്യപ്രാർത്ഥന രചിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അറിയാമല്ലോ അല്ലേ? എന്താണ്? കാണപ്പെടുന്ന പുരുഷന്മാരൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം, അങ്ങനല്ലേ? എന്താ അതേന്ന് എല്ലാവരും ഇരുന്ന് തലകുലുക്കും, അതേന്നാ പറഞ്ഞത്. ശ്രദ്ധ വേണം പ്രാർത്ഥിക്കുമ്പം കേട്ടോ. കാണപ്പെടുന്ന പുരുഷന്മാരൊക്കെ എന്നാണോ? കാണപ്പെടുന്ന പുരുഷന്മാരൊക്കെ എന്നല്ല. എന്താണ്? കാണപ്പെടുന്ന സ്ത്രീകളൊക്കെയും സ്ഥൂലം, അങ്ങനില്ല എങ്കിൽ ഇങ്ങനെ ആയിരിക്കും. കാണപ്പെടുന്ന നമ്പൂതിരിമാരൊക്കെയും സ്ഥൂലം സൂക്ഷ്മം ആണോ? കാണപ്പെടുന്ന ക്രിസ്ത്യാനികളൊക്കെയും സ്ഥൂലം അങ്ങനാണോ? മുസൽമാനൊക്കെയും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഏത് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ? ഏത് ആചാര്യൻ പറഞ്ഞു തന്നിട്ടുണ്ട്? വേദാന്തങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. ഗുരുവിൻ്റെ ദർശന സുഹൃതം പേറാൻ ഒന്നും പോരാതെ വരും. അതാണ് സത്യം. എന്താ ഗുരു പറഞ്ഞത്? കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. വലിയവനും ചെറിയവനും ഉണ്ടോ? വെളുത്തവനും കറുത്തവനും ഉണ്ടോ? ഇസ്ലാമും ക്രിസ്ത്യാനിയും മുസൽമാനും പറയനും പുലയനും ജാനാരും ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഈ തത്വത്തെ തിരിച്ചറിയാൻ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ആരെ കണ്ടാലും സംസ്കാര സമ്പന്നമായ 32ാമത് ദർശനോത്സവം കഴിഞ്ഞിറങ്ങുന്ന നിങ്ങൾ മനസ്സിലൊന്ന് തീരുമാനിക്കണം, ഞങ്ങൾക്ക് ബോധം ഉണ്ടായി. എന്താണ്? ഞാനും നീയും രണ്ടല്ലെന്ന ബോധം ഉണ്ടായി ഈ ദർശനോത്സവത്തിൽ. അതുകൊണ്ട് ഇനി ആരെ കണ്ടാലും എന്നാ പറയും? നമസ്തേ എന്ന് പറയും. ഞാൻ യൂണിയൻ സെക്രട്ടറി ആയിട്ട് കടന്നു വന്നപ്പോൾ ആരെ കണ്ടാലും നമസ്തേ പറയും. അപ്പം ആദ്യമൊക്കെ ഞാൻ നോക്കുമ്പോൾ പലരും എന്നെ കണ്ടാൽ ചിരിക്കേണ്ട നമസ്തേ വരുന്നുണ്ടെന്ന് പറയും. ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മരണ വീടുകളിൽ ചെന്നാൽ ഞാൻ റീത്തല്ല കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. എന്തിനു വേണ്ടി? പരേതാത്മാവിന് പുണ്യം കിട്ടാൻ മാത്രമല്ല, ഇരിക്കുന്നവർക്ക് ബോധം ഉണ്ടാവാനും. കാരണം എന്താ? ചത്തെടുത്തിരിക്കുമ്പോഴല്ലേ മരണത്തെക്കുറിച്ച് ഓർക്കത്തുള്ളൂ. ദൈവമേ, കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഇന്നലെ മിശുമിശാന്ന് ഓടി നടന്നതാന്നാ പറയുന്നത് അല്ലേ? പക്ഷെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഈ കിടപ്പ് കാണുമ്പോഴാണ് അമ്മമാരവിടെ നിന്ന് എന്ത് ചൊല്ലുന്നത്? കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബത കളയരുതാരും, മരണം വരുമിനി എന്നു നിനച്ചുക മരുവുക സതതം നാരായണ. ഇത് ചൊല്ലുന്നത് ഇത് തന്നെയല്ലേ പള്ളിയിലച്ഛൻ വന്നിരുന്ന് ചൊല്ലിയത്? പള്ളിയിലച്ഛൻ എന്താ അവിടെ വന്നിരുന്ന് ചൊല്ലിയത്? മരിച്ചു കിടക്കുന്ന ആള് കേട്ടോട്ടെ, ഫ്രീസറിനകത്ത് വെച്ചിരിക്കുക, ശബ്ദം വല്ലതും അകത്ത് കേൾക്കുവോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഈ റീത്ത് കൊണ്ട് വെക്കാനായിട്ട് കയ്യിൽ വളയിട്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് ബെൻസ് കാറിൽ വന്ന് ഇറങ്ങി ജാട കാണിക്കാൻ ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് ചൊല്ലുകയാണ്, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടപ്പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരിച്ചു കിടക്കുന്ന ആളോടാണോ പറഞ്ഞത് മരണം വരും ഒരു നാളെന്ന്? അദ്ദേഹം മരിച്ചു പോയല്ലോ. അപ്പൊ ഇത് ആര് കേൾക്കാനാ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്നവർ കേൾക്കാൻ. ശരിയല്ലേ? ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭക്തി ഉണ്ടാവണം. ഓരോരോ അവസ്ഥയിൽ ചെല്ലുമ്പോഴാണ് ആ വികാരം ഉണ്ടാകേണ്ടത്. ഭർത്താവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ രാമ 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 എന്ന് ചൊല്ലിയിട്ട് കാര്യമുണ്ടോ? അവിടെ ചെല്ലുമ്പോ ഭാര്യയ്ക്ക് എന്തുണ്ടാവണം? ആടെ കിടക്കുന്നത് ചിന്തിക്കണം. അവിടെ ഭാര്യയാണെന്ന ബോധം വേണം. വേണ്ടേ? എന്നാ ഉണ്ട് ചേട്ടാ, പോടാ കള്ളാന്നൊക്കെ അന്നേരം പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം. എങ്കിലേ ഭർത്താവിന് എന്ത് വരൂ? ഒരു സ്നേഹം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഓടക്കുഴലേന്തി PPP ഊതുന്ന കൃഷ്ണനെയാണ് ഇതിനകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാവരും നോക്കി ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കൃഷ്ണനെ അറിയത്തുള്ളൂ. എന്നിട്ടോ ഭർത്താവ് അപ്പുറത്തെ വീട്ടിലെ ജമന്തിയെ ഒന്ന് നോക്കിയാൽ പറയും, കള്ള കൃഷ്ണനാണ് നിങ്ങൾ കേട്ടോ. കാര്യം എന്താ? അപ്പോൾ കൃഷ്ണനെ എന്താ പറയുന്നത്? കള്ളത്തരം കാണിക്കുമ്പോൾ ഇല്ലേ, കാമലീലകളിലേക്കൊക്കെ ചെറിയ ഇതിലേക്ക് പോകുമ്പോൾ കൃഷ്ണന്റെ സ്വഭാവമാണ് നിങ്ങൾക്ക്. ഇതേ നമുക്കറിയൂ. അതല്ല കൃഷ്ണൻ. കൃഷ്ണനെ അറിയണമെങ്കിൽ ആ 12 സ്കന്ധങ്ങളടങ്ങിയ ഭാഗവതം പഠിക്കണം. എന്താണ് ജനനം, എന്താണ് ജീവിതം, എന്താണ് മരണം, എന്താണ് അതിന് ശേഷം പരിണാമം, ഇവയെക്കുറിച്ച് അറിയണം. ഇവയൊക്കെ പഠിക്കാൻ സാധ്യമല്ലാത്ത നമുക്ക് ഗുരു ജന്മം കൊണ്ട് ആ 72 വർഷക്കാലത്തെ ജീവിതം
നമുക്ക് വേണ്ടിയായിരുന്നു. ഓർക്കുക, നമ്മൾ പറയാറില്ലേ, നമ്മുടെ കുമാരനാശാന്റെ വിവിധ കൃതികളിലൂടെ കടക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് ഗുരുവിനെ ദർശിച്ചവരാണവർ. നമ്മൾ ദർശിച്ചിട്ടില്ലുണ്ടോ? നമ്മൾ ദർശനമെന്ന് പറയുന്നതേ ഉള്ളൂ. ദർശനമെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് പോയി ഗുരുവിൻ്റെ രൂപത്തെ കാണുന്നതിനെ അല്ല ദർശനമെന്ന് പറയുന്നത്. ദർശനമെന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചറിയലാണ്. അങ്ങനെ അനുഭവിച്ചറിഞ്ഞവരാണ് അല്ലേ അവിടെ ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചിന്നസ്വാമിയായ കുമാരനാശാനെ നമ്മൾ ഓർക്കും. കുമാരനാശാൻ ഗുരുവിനെ ദർശിച്ചതാണ്. ആ ദർശന സുഹൃതം കുമാരനാശാനിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലേ. കൊച്ചപ്പിള്ള ഉൾപ്പെടെയുള്ള സന്യാസ ശ്രേഷ്ഠന്മാർ ആത്മീയ തലത്തിലുള്ള ഗുരു എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഓർക്കുക, ഓം രമണീയമൂർത്തിമതിയെ ഓം നമഃശിവായ എന്ന മന്ത്രപ്പൊരുൾ ചൊല്ലുമ്പോൾ കൊച്ചപ്പിള്ള ഗുരുവിനെ കണ്ട ആ മഹത്വം എന്താണെന്ന് തിരിച്ചറിയും. പക്ഷേ നാം ഒന്നും ഇപ്പോഴും ഗുരുവിനെ കാണുന്നില്ല. നാം ഇപ്പോഴും കാണുന്നത് എന്താണ്? ഗുരുവിൻ്റെ ഫോട്ടോയാ. ആനയെ കണ്ടിട്ടുണ്ടോ? ആണ്ട പിണ്ടാതിരിക്കുന്നു. ഉണ്ടോ? എന്നാ ആനയെ കണ്ടത് ആദ്യം? എന്നാ ആനയെ കണ്ടത് ആദ്യം? എന്ന അക്ഷരം പഠിക്കാനാ നിങ്ങൾ ആനയെ ആദ്യം കണ്ടത്. ശരിയാണോ? പുത്താത്തേലല്ലേ ആദ്യം ആനയെ കണ്ടത്? ഈ പഠിക്കാൻ വേണ്ടിയല്ലേ ആദ്യം ആനയെ കണ്ടത്? ആന, ആട്. അന്ന് ഈ ആന എന്നാ നമുക്കറിയായിരുന്നോ? ഒന്നും അറിയില്ല. ഒരു കറുത്ത ഒരു പടം മാത്രം അറിയാം. ഇതാണ് ആന. കുറച്ചാൾ കണ്ടപ്പം തേണ്ട വരുന്നു എന്നത് ആന. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, അയ്യോ ആനയ്ക്ക് 4 കാലുണ്ട്, ആനയ്ക്ക് 2 കൊമ്പുണ്ട്, ആനയ്ക്ക് തുമ്പിക്കൈയുണ്ട്. ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് അല്ലേ. അങ്ങനെ ആനയെ അറിയാൻ നമ്മൾ ശ്രമിച്ചു. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റി. എന്താണെന്നറിയാവോ? നിങ്ങൾ ഗുരുവിനെ എന്താ കണ്ടത്? തെങ്കാശിക്കാരൻ മഞ്ഞത്തുണി ഉടുപ്പിച്ച് വിട്ടപ്പോഴാണ് ഗുരുവിനെ ആദ്യം കണ്ടത്. അതുവരെ നമുക്കറിയത്തില്ലല്ലേ. പല വീടുകളിൽ ഇപ്പോഴും ചെല്ലുമ്പോഴോ തെങ്കാശിക്കാരൻ മഞ്ഞത്തുണി ഉടുപ്പിച്ച ഒരു ഫോട്ടോയോ ഇട്ട് വാതിക്കെ വെച്ചേക്കുന്ന കാണാം. ആ വീട്ടിലേക്ക് കടന്നു ചെല്ലണം, പൂജാമുറി ഒന്ന് തുറക്കണം. ആരൊക്കെയാ പൂജാമുറിക്കകത്തിരിക്കുന്നറിയാവോ? വീട്ടില് പൂജാമുറി നല്ല രീതിയിൽ സ്ഥാപിച്ചിട്ട് വടക്കന്നാഥം മുതൽ ഇങ്ങനെ തെക്കന്നാഥം മുതൽ ലോകത്തുള്ള സകലവിധ ദേവതകൾ ഇവിടെ കാണും, പൂജാമുറിക്കുള്ളിൽ കാണും. മനസ്സിൽ ഞങ്ങൾക്ക് എല്ലാം നേടിത്തന്ന ഗുരു എവിടെ ഇരിക്കുമെന്നറിയാവോ? പറ. ഗുരു എവിടെ വെച്ചേക്കുന്നത്? വീടിന്റെ പുറത്ത്. ഇത് പുറത്തിറക്കി വെക്കുന്ന സാധനം. ഇതിന്റെ തിടമ്പ് എഴുന്നള്ളിച്ച് പുറത്ത് വെച്ചിരിക്കുകയാണോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഗുരു വീടിന്റെ പുറത്തും പൂജാമുറിക്കുള്ള അകത്ത് ലോകത്തുള്ള സർവ്വ ഈശ്വരന്മാരുടെ ഫോട്ടോയും. ഇതല്ലേ ഇപ്പോഴും നമ്മുടെ അവസ്ഥ? ഇപ്പം മനസ്സിലായോ ഗുരുവിന്റെ അനുഗ്രഹം കിട്ടാത്തതിന്റെ കാര്യം എന്താന്ന്? ഗുരുവിനെ നിങ്ങൾ അകത്ത് സ്ഥാപിക്കുക. വീട്ടിനകത്ത് പോലും ഇപ്പോഴും കയറ്റത്തില്ല നമ്മൾ. ശരിയല്ലേ? കയറ്റുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ പൂജാമുറി ഉള്ള വീടുകളും ശ്രദ്ധിക്കും. വിളക്ക് കത്തിക്കുമ്പോൾ ഫ്രണ്ടിൽ ആരെയാ വെച്ചിരിക്കുന്നത്? ഗുരുവിൻ്റെ ഫോട്ടോ മേളിൽ പൊക്കി വെച്ചേക്ക്. എന്നിട്ടോ ആ താഴെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ദേവതാ സങ്കല്പം ഉണ്ടാവും. ഇതാണ് ഇപ്പോഴും കാണിക്കുന്നത്. അതൊക്കെ ഒന്ന് മാറ്റം വരണ്ടേ? ഗുരുവിനെ അറിയാത്തത് കൊണ്ടാണ്. ഗുരുവിനെ അറിയണമെങ്കിൽ ആ രൂപത്തെ അല്ല നാം അറിയേണ്ടത്, ആ രൂപത്തിൽ അന്തർലീനമായിരിക്കുന്ന തത്വത്തെയാണ് അറിയേണ്ടത്. ആ ദർശന സുഹൃതത്തെയാണ് അറിയേണ്ടത്. ഈ ദർശനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് 32 അല്ല 3200 ദർശനോത്സവം കഴിഞ്ഞാലും ഗുരുവിനെ കുറിച്ച് പൂർണ്ണമായും പഠിക്കാൻ നമുക്കാവില്ല. പക്ഷേ നാം ഇന്ന് കടൽ തീരത്ത് നിൽക്കുന്ന ഒരു എളിയ ഭക്തനാണ്. കടല് അതിൻ്റെ ആഴം ഈശ്വരനാണ്. അവോളം ജലം അതിലുണ്ട്. കോരിയാലും വറ്റില്ല. നിങ്ങളുടെ ഭക്തിക്കനുസരിച്ച് അത് പാത്രമായി മാറൂ. നിങ്ങളൊരു ഗ്ലാസ്സുമായിട്ട് കടൽ തീരത്ത് ചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളവും കോരിക്കൊണ്ട് പോരാം. എന്തിനാടി അമ്പലത്തിൽ പോയത്? പരീക്ഷ അതിനു വേണ്ടി പോയത്. അവർ ഗ്ലാസും കൊണ്ട് പോയവരാ, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പോയതാ. നിങ്ങളൊരു ബക്കറ്റുമായിട്ടാണ് ചെയ്തതെങ്കിൽ ആ ബക്കറ്റിൽ വെള്ളം കോരിക്കൊണ്ട് പോരാം. ഇപ്പം അതൊന്നും അല്ലല്ലോ. ഇപ്പം എന്താ ചെയ്യുന്നത്? പമ്പ് സെറ്റ് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശരിയല്ലേ? നിങ്ങൾക്ക് വേണം. ആ കടൽ പറ്റില്ല. ഭക്തി ആവോളം നുകരാം. പക്ഷേ അത് ഏത് രീതിയിൽ സ്വീകരിക്കണമെന്ന് ഇന്നും അറിയില്ല. നമ്മൾ ഭക്തവേഷം കെട്ടുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും വൈകിട്ട് ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഇന്ന് എല്ലാവരുടെയും നെറ്റിക്ക് ചന്ദനം തേച്ച് വെച്ചിട്ടുണ്ടല്ലേ. എന്തിനാ ചന്ദനം തേച്ചെന്ന് ചോദിച്ചാൽ പോലും നമുക്ക് അറിയത്തില്ലെന്നുള്ളതാണ് സത്യം. അതറിയാത്തത് കൊണ്ടാണ് ത്രേസ്യാമ്മ ചേച്ചിയുടെ നെറ്റിക്കോട്ട് ഇച്ചിരി ചന്ദനം തേക്കാൻ ചെല്ലുമ്പം ത്രേസ്യാമ്മ ചേച്ചി എന്നാ പറയും? നീ എന്നാടി എന്നെ മതം മാറ്റാൻ വന്നതാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥ. കാര്യം എന്താ? ഈ ചന്ദനം തേച്ചത് എന്തിനാന്ന് നിങ്ങൾക്കറിയത്തില്ല. അത് കാരണം നിങ്ങൾ അവർക്കൊട്ട് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. നമ്മൾ ഇപ്പോഴും അന്ധവിശ്വാസത്തിലാണ്.
അന്ധമായ വിശ്വാസമല്ല നമുക്ക് വേണ്ടത്. നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള പാഠങ്ങളാണ് ഓരോരോ കൃതികളിലൂടെ തന്നിരിക്കുന്നത്. എന്തിനാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത്? മനസ്സിൽ അശാന്തിയുണ്ട്. എന്തിൻ്റെ അശാന്തി? വിഷയ സുഖങ്ങളുടെ അശാന്തി. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇന്നും നാം അടിഞ്ഞുകൂടി കിടക്കുക. പ്രിയമുള്ളവരെ, അതിൽ നിന്നൊക്കെ മോചനം വരുത്തണം. മോചനം വരണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? സ്നേഹം വേണമെന്നേ. സ്നേഹം വേണം. നിങ്ങൾ ചിരിക്കാൻ പഠിക്കാദ്യം. വൈകിട്ട് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കണ്ണാടി എടുക്കണം. കണ്ണാടിയുടെ മുന്നിലോട്ട് ഒന്നൊന്ന് ചിരിച്ചു നോക്കണം. എങ്ങനെ ചിരിച്ചാലാണ് ചേട്ടൻ ഇഷ്ടപ്പെടുക? ഞാൻ ചിരിക്കുമ്പം ഒരുമാതിരി കളിയാക്കി ചിരിക്കുന്ന പോലെ ചേട്ടന് തോന്നുവോ? മക്കളെ കാണുമ്പോൾ എങ്ങനെ ചിരിക്കണം? ആദ്യം ഒന്ന് ചിരിക്കാൻ പഠി. ഒരു നഷ്ടവും. ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ പോരെ, ഒന്ന് പല്ലിളിച്ചാൽ പോരെ. ഒന്നിനും ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ചിരിക്കാൻ പഠിക്ക്, സ്നേഹിക്കാൻ പഠിക്ക്. ഞാൻ നല്ലൊരു ദേവാലയം പറഞ്ഞു തരാം. നമുക്കൊക്കെ ഇഷ്ടം ഇവിടെ വരുമ്പോൾ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? ഗുരു മാത്രമേ ഉള്ളൂ, ഇല്ലേ? ഞാൻ ഈ ഗുരുദേവൻ എന്ന് പറയുമ്പോൾ പോലും ഞാൻ അതിനെ എതിർക്കുന്ന കൂട്ടത്തിലാണ്. കാരണം ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ്. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. ശരിയല്ലേ? ആത്മവിലാസത്തിൽ ഭഗവാൻ പറയുന്നില്ലേ, നാമും ദൈവവും ഒന്നായിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലേ? അപ്പൊ ചിന്തിക്കേണ്ടത്, പക്ഷെ നമുക്ക് ഗുരുവിനെ രൂപമായി കാണാനേ ഇതുവരെ പറ്റിയിട്ടുള്ളൂ. ദേവതാ സങ്കല്പമാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രഹ്മസ്വരൂപമായ ഗുരു എന്താണ്? ദൈവമാണ്. അല്ലേ? ബ്രഹ്മസ്വരൂപം എന്താണ്? ദൈവം. ദൈവം എന്താണെന്ന് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്താണ്? കണ്ണില്ലാതെ കാണുകയും, കാതില്ലാതെ കേൾക്കുകയും, മൂക്കില്ലാതെ മണക്കുകയും, നാവില്ലാതെ രുചിക്കുകയും, ത്വക്കില്ലാതെ സ്പർശിക്കുകയും ചെയ്യുന്ന അല്ലേ ചിത് സ്വരൂപമാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ആ ഗുരുവിനെ എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? അപ്പോൾ പരബ്രഹ്മസ്വരൂപമായ ആ ഗുരുവിനെ അത്തരത്തിൽ അറിവായി, രൂപമില്ലാതെ അരൂപിയായി കാണുവാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഗുരുവിനെ ഇച്ചിരി താഴേക്ക് ഇറക്കി പ്രതിഷ്ഠിച്ചു. എങ്ങനെ? പ്രതീകാത്മകമായി, ദേവതാ സങ്കല്പത്തിൽ. മനസ്സിലായോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഗുരുവിനെ, പരബ്രഹ്മസ്വരൂപത്തെ നമുക്ക് കാണാൻ എന്ന് പറഞ്ഞാൽ അറിവായി രൂപമില്ലാതെ ദർശിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദേവതാ സങ്കല്പത്തിൽ പ്രതിഷ്ഠിക്കുന്നു. മനസ്സിലല്ലേ ശാന്തി ഉണ്ടാവേണ്ടത്? മനസ്സ് കണ്ടിട്ടുണ്ടോ? മനസ്സിനല്ലേ ശാന്തി? മനസ്സ് കണ്ടിട്ടുണ്ടോ? മനസ്സിനെ നിങ്ങൾ എങ്ങനെ പ്രതിഷ്ഠിക്കും? നിങ്ങൾ പറ. ഭർത്താവിനെ, മനസ്സിനെ ഭാര്യ എങ്ങനെ പ്രതിഷ്ഠിക്കും? നമുക്കൊരു മനസ്സിന്റെ പ്രതിഷ്ഠ അങ്ങോട്ട് നടത്താം. മനസ്സിന്റെ ശാന്തി എന്ന് പറയുന്നുണ്ടല്ലോ, മനസ്സിന്റെ പൊരുത്തം എന്ന് പറയുന്നുണ്ടല്ലോ. മനസ്സിനെ പ്രതിഷ്ഠിക്കാൻ ചിലർ ഉപയോഗിക്കുന്നത് എന്താ? അയ്യോ കരളേ, എൻ്റെ കരളിൻ്റെ കരളേ എന്നാ പറയുന്നത്, അല്ലേ? കരളിലാണോ മനസ്സിരിക്കുന്നത്? ചിലർ പറയുന്നത് ഓ നീ എൻ്റെ ചങ്കല്ലേ എന്നാ ചോദിക്കുന്നത്, ഇല്ലേ? ശരിയല്ലേ? ഹൃദയത്തിൻ്റെ രൂപത്തിൽ ചിലർ ഇങ്ങനെ കാണിക്കും. എന്താ? ലവ് സിമ്പൽ കാണിക്കും. എന്താ? ഹൃദയം ഇരിക്കുന്നത്. ഹൃദയത്തിലാണോ മനസ്സിരിക്കുന്നത്? അപ്പൊ എന്താ? നമുക്ക് ഹൃദയത്തിൻ്റെ രൂപത്തിലും കരളിൻ്റെ രൂപത്തിലുമൊക്കെയാണ് മനസ്സിനെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത് തന്നെയാണ് ഗുരുവിനെ അറിയാതെ ഗുരുവിൻ്റെ രൂപത്തെ താഴേക്ക് ഇറക്കി പ്രതിഷ്ഠിക്കുന്നത്. നമ്മൾ ആ രൂപത്തിലേക്ക്, ഉള്ളിലേക്ക് കടക്കാൻ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഗുരുവിൻ്റെ ദർശനത്തിൽ ഏറ്റവും സുഹൃതമായുള്ളത് എന്താണ്? അനുകമ്പയാണ്. ഗുരു നമുക്ക് അരുൾ ചെയ്യുന്നത് അനുകമ്പയുള്ളവരാകണം നമ്മൾ. എന്തുകൊണ്ടാണ് ഈ മതത്തിൻ്റെ സ്പർദ്ധയുണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ജാതിയുടെ സ്പർദ്ധയുണ്ടാവുന്നത്? അനുകമ്പയില്ലാഞ്ഞിട്ടാണ്, സ്നേഹമില്ലാഞ്ഞിട്ടാണ്. ഞാനും നീയും രണ്ടല്ല എന്ന ആ ഒരു പൊരുൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? നിന്റെ ദുഃഖം എൻ്റെ ദുഃഖം, നിന്റെ സുഖം എൻ്റെ സുഖം. ഞാൻ 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഒരു വേദിയിൽ, രാഷ്ട്രീയക്കാരുൾപ്പെടെയുള്ള ഒരു വേദിയിൽ ഇരിക്കുക. അന്ന് ഞാൻ യൂണിയൻ്റെ സെക്രട്ടറി അല്ല, യൂണിയൻ്റെ ഒരു കൗൺസിലർ മാത്രമാണ്. ആ വേദിയിലിരിക്കുമ്പോൾ ആ സ്ഥലത്ത് ഒരു രാഷ്ട്രീയത്തിൻ്റെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ കയറുന്ന് പ്രസംഗിച്ചു. എനിക്ക് വിഷമം തോന്നി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്,
അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണമെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഗുരു പറഞ്ഞത് നിങ്ങൾ കേട്ടുകൊണ്ട് എല്ലാവർക്കും സഹായം ചെല്ലണമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് വന്നായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ ഗുരു പറഞ്ഞത്. അപ്പം ഞങ്ങളുടെ ഗുരു അല്ല, ആരുടെ ഗുരു? നിങ്ങളുടെ ഗുരു നിങ്ങളോട് പറഞ്ഞു. എന്താണ്? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. അതുകൊണ്ട് പ്രളയത്തിൽ കിടക്കുന്നവർക്കെല്ലാം നന്നായിട്ട് വല്ലതും കൊടുത്തോണമെന്ന്. എനിക്ക് കിട്ടിയ അവസരം ഞാൻ പാഴാക്കിയില്ല. ഞാൻ പറഞ്ഞു ആ വാക്കൊന്ന് തിരുത്തണം. കാരണം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അതെല്ലാവർക്കും അറിയാം. ഇത് നമ്മൾ എവിടാ കേട്ടതെന്നറിയാവോ? ഗുരുദർശനം പഠിച്ചപ്പോൾ കേട്ടതല്ലേ? ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ വന്ന് പ്രസംഗിച്ചപ്പോൾ കേട്ടതാ. എന്താ? അപ്പം നമ്മളും ഇതിൻ്റെ കൂടെ ഏല ഇട്ട് കൊടുക്കുക, യേസ് വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞു ആ വരികൾ പൂർണ്ണമാകണമെങ്കിൽ അതിൻ്റെ മുന്നിലത്തെ വരി ചൊല്ലണം. എന്താ അതിൻ്റെ മുന്നിലത്തെ വരി? അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. ഞാനെന്നും നീയെന്നും ചിന്തിക്കുന്നത് രണ്ടല്ലാത്തത് കൊണ്ട് എൻ്റെയും നിൻ്റെയും സുഖവും ദുഃഖവും ഒരുപോലെയാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഗുരു എന്ന് പറഞ്ഞ വാക്ക് ശരിയായോ? ഇല്ല. അവിടെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അദ്ദേഹം വേറെ, ഈഴവനായതുകൊണ്ട് ഞാൻ വേറെ. ആ ചിന്ത ആദ്യം മാറ്റട്ടെ. ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. തിരുത്തേണ്ടത് അവിടെ തിരുത്തപ്പെടണം. പ്രിയമുള്ളവരെ, ഈ ചിന്താഗതിയോടുകൂടി അനുകമ്പയോടുകൂടി പോയെങ്കിലേ ഗുരുവിനെ നിങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ പറ്റൂ. ഇപ്പോഴും നമ്മൾ ഓടി നടക്കുകയാണ്. ജീവനില്ലാത്ത ദേവതാ സങ്കല്പത്തിലൂടെ ഓടി നടക്കുന്ന മനുഷ്യനായി നമ്മൾ മാറി. ഈ കഴിഞ്ഞ ഒരു കുടുംബ സംഗമ വേദിയിൽ ഒരു ശാഖയിൽ പോയി. 10 കുടുംബ യൂണിറ്റുകളുണ്ട് ആ ശാഖയിൽ. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഒരു കുടുംബ യൂണിറ്റുകാർ വന്നിട്ടില്ല, അവർ നേരത്തെ ബുക്ക് ചെയ്ത് ഒരു പരിപാടിക്ക് പോയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എവിടെ? മണി കെട്ടാൻ പോയേക്കാന്ന്. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, 10 കുടുംബ യൂണിറ്റുകാർ കൂടിക്കൊണ്ട് ഒരു പ്രഭാഷണ പരമ്പരയെല്ലാം സംഘടിപ്പിച്ച് ശാഖ സംഘടിപ്പിച്ചപ്പോൾ ഒരു കൂട്ടരും മണി കെട്ടി പുണ്യം നേടാൻ പോയിരിക്കുക. അവിടെ അതൊക്കെങ്ങാണ്ട് മണി കെട്ടാമല്ലയോ എങ്ങനെയാ? ഏതാണ്ട് ഒരു അമ്പലത്തിൽ പോയിരിക്കും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ കെട്ടി മണിയടിച്ച് മേടിച്ചുകൊണ്ട് വരും. കാരണം ഈ മണിയടിയാണല്ലോ നമുക്കിഷ്ടം. ഈ മണിയടിച്ച് മേടിക്കുന്നവരാണ് നമ്മൾ പലരും. ഞാൻ പറഞ്ഞു അതിന് പോയതാ. പച്ചയ്ക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈയിടെ ഒരു ക്ഷേത്രത്തിൽ പോയി. ഞാൻ നിങ്ങൾക്ക് ആ ക്ഷേത്രം പറഞ്ഞു തരാം കേട്ടോ. നല്ല ദേവാലയം. നിങ്ങൾ ഇതുവരെ പോയിരിക്കുന്ന ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ വിളിക്കുമ്പോൾ ദേവന്മാർ വിളി കേട്ടിട്ടുണ്ടോ? ശാരദേ എന്ന് വിളിച്ചപ്പോൾ എന്തോ എന്ന് വിളി കേട്ടതായി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും പോയി കേൾക്കുകാരെ നമ്മൾ രക്ഷപ്പെട്ടനെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ കൃഷ്ണൻ പി ഒതുക്കൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കുക. ശരിയല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. ശിവ ശിവ എന്ന് വിളിച്ച ശിവൻ ചൂലവും പിടിച്ചോണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. ആരും ഇങ്ങോട്ട് ഇളകി വരുന്നില്ല, അനക്കമില്ല. നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് ഇഷ്ടം. പക്ഷേ ഞാനൊരു ദേവാലയത്തിൽ പോയി. ആ ദേവാലയത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഷ്ഠകളുണ്ട്. 135 പ്രതിഷ്ഠയുണ്ടായിരുന്നു അവിടെ. കേട്ടിട്ടുണ്ടോ? അത്രയും പ്രതിഷ്ഠയുള്ള ദേവാലയം ഉണ്ടോ? പക്ഷേ ആ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാവോ? ആ പ്രതിഷ്ഠകളെല്ലാം ജീവനുള്ള പ്രതിഷ്ഠകളാ. എനിക്ക് ആശ്ചര്യം തോന്നി. ചത്ത പ്രതിഷ്ഠകളല്ല, ആ 135 ജീവനുള്ള പ്രതിഷ്ഠകൾ. അവിടെ പുരുഷനുമുണ്ട്, സ്ത്രീയുമുണ്ട്. അവിടേക്ക് ഞങ്ങൾ പോയി മാതൃപൂജ ചെയ്യാൻ പോയതാ, മാതൃപിതൃ പൂജ ചെയ്യാൻ പോയതാ. അവിടെ ചെന്നപ്പോൾ ഇതാ അവിടെ കുറേ ശാന്തിക്കാരുണ്ട്. നമ്മുടെ ശാന്തിക്കാരെ പോലെ പൂണൂലിട്ട തുണി ഉടുക്കാത്ത ശാന്തിക്കാരല്ല. അങ്ങനെയൊക്കെയാണ് ശാന്തിക്കാരെ ആക്ഷേപിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ശാന്തിക്കാരൊന്നുമല്ല, കോട്ടിട്ട ശാന്തിക്കാരാ. വനിതകൾക്കും പൂജ ചെയ്യാമെന്ന് ഞാൻ അവിടെ വെച്ചാണ് പഠിച്ചത്. അവിടെ കോട്ടിട്ട വനിതകളുണ്ട്. മനസ്സിലായോ? അപ്പോൾ കോട്ടിട്ട വനിതകൾ പൂജിക്കുന്ന ഒരു ദേവാലയം. പേര് ഗാന്ധിഭവൻ ദേവാലയം എന്നായിരുന്നു. അത് അവിടെ ചെങ്ങന്നൂരപ്പുറത്താ. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഈ ശാന്തിക്കാർ രാവിലെ പണി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ദേവതകളെ എല്ലാം കുളിപ്പിച്ച് അവർക്ക് നല്ല ഉടയാടയൊക്കെ ഉടുത്ത് അവരെ ഇതാ ഇരുത്തുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇരുത്താൻ പോയിട്ടുണ്ടോ ആരെങ്കിലും? ഇത് നടന്നോളും കേട്ടോ, ജീവനുള്ളതായതുകൊണ്ട് നടന്നോളും. ഒന്ന് പിടിച്ചിരുത്തിയാൽ മതി, പ്രായമുള്ളത് കൊണ്ടാണ്. ഏതാണ്ട് 90-95ഓളം അമ്മമാർ അവരെ സെറ്റുമുണ്ടൊക്കെ ഉടുത്തി കസേരകളിലാണ് ഇരുത്തി കേട്ടോ. അഷ്ടദ്രവ്യക്കൂട്ടൊന്നും ഇട്ടിട്ടില്ല, ആ കസേരയിലാണ് കൊണ്ടിരുത്തിയത്.
കുറച്ചപ്പുറത്ത് അച്ഛന്മാർ, പ്രായമുള്ള അച്ഛന്മാരൊക്കെ ഉണ്ട്, ആൺകുട്ടികൾ ചെറുപ്പക്കാരും ഉണ്ട്, കോട്ടുമൊക്കെ ഇട്ട്. അവരിതാ അച്ഛന്മാരെയൊക്കെ കുളിപ്പിച്ചവിടെ ഇരുത്തി ദേവാലയത്തിലെ കാഴ്ച കണ്ട് അമ്പരുന്നു. ശാന്തിമാർ എങ്ങനെയാണോ പുണ്യതയോടുകൂടി ദേഹശുദ്ധി വരുത്തി ആ പ്രതിഷ്ഠകളെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതാ കുറച്ച് അച്ഛനമ്മമാരെ കുറേ ചെറുപ്പക്കാർ ചേർന്ന് അവിടെ പുണ്യതയോടുകൂടി കൊണ്ട് കുളിപ്പിച്ചിരുത്തി. ഞാൻ അവിടെ പോയി. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ നടയിൽ പോയി നിൽക്കുകയാണ്. ഞാൻ ആദ്യം തൊഴുതു. ഞാൻ നോക്കിയപ്പോൾ കുറേ അമ്മമാരും അച്ഛന്മാരും തിരിച്ച് തൊഴുതു. എനിക്ക് സന്തോഷം തോന്നി. പിന്നെ നമ്മൾ എന്താ, ക്ഷേത്രത്തിൽ പോയി തൊഴുതു കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ ചൊല്ലുന്നത്? പ്രാർത്ഥന ചൊല്ലും അല്ലേ? അല്ലേ? ആണോ? അവിടെ മിണ്ടാതിരിക്കുന്നതാണോ? അപ്പോൾ ഞാൻ ഓർത്തു ഏത് കൃതിയാണ് ഇവിടെ ചെല്ലേണ്ടതെന്ന് ഞാനിങ്ങനെ ഓർത്തു. അപ്പോൾ എനിക്ക് നല്ലൊരു കൃതി പെട്ടെന്ന് മനസ്സിൽ വന്നു. ഞാൻ ആ അച്ഛനമ്മമാരാകുന്ന ആ വിഗ്രഹങ്ങളെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഒരു നല്ല പ്രാർത്ഥന അവിടെ ചൊല്ലി. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. കൃതിയുടെ ആദ്യത്തെ വരി ചൊല്ലിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ദേവന്മാരും ദേവിമാരുമൊക്കെ ഇങ്ങനെ കണ്ണുകൾ തുറിച്ചെന്നെ നോക്കുന്നു. ചിലരുടെ കണ്ണുകൾ പയ്യെ നിറഞ്ഞു വരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടായിട്ടുണ്ടോ? വെള്ളം കോരി ഒഴിച്ചാലും ദേവന്മാർ കണ്ണ് തുറക്കത്തില്ല, ഇങ്ങനെ കണ്ണ് തെളിയിരിക്കത്തല്ലേ ഉള്ളൂ. പക്ഷേ ഈ ദേവീ ദേവന്മാരുടെ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ കണ്ടു. എങ്കിൽ പിന്നെ ഇച്ചിരിയും കൂടെ ആവട്ടെന്ന് കണ്ടു. അടുത്ത വരിയും കൂടെ ചൊല്ലി. കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടുക്കുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും, കടൽ തീരമൊഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പറന്നു പോകും, അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. ഞാൻ നോക്കുമ്പോൾ പല കണ്ണുകളും ഈറനണിഞ്ഞിറ്റിട്ട് വീഴുന്നു. നിങ്ങൾ പറ, നിങ്ങൾ പോകുന്ന ദേവാലയത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ ഒന്ന് പോയി നോക്ക്. പക്ഷേ നമുക്ക് അപ്പോഴും ഇഷ്ടം ആ ദേവാലയത്തിൽ പോകാനാ. ബർത്ത്ഡേ വരുമ്പോൾ, ചാക്കാല വരുമ്പോൾ കിട്ടി പോവുക. എവിടെയാ? ദേവാലയത്തിൽ പോവുക. വീട്ടിലിരിപ്പുണ്ടെന്നേ ഒരു ദേവിയും ദേവനുമേ. വീട്ടിലെ പ്രായമുള്ള അച്ഛനും അമ്മയൊക്കെ വീട്ടിലിരിപ്പുണ്ടില്ലേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. വീട്ടിലെ ഒരച്ഛനെയും അമ്മയുമുള്ള നമുക്ക് ഈ വാർദ്ധക്യ സഹജമായ രോഗം ബാധിച്ചിരിക്കുമ്പോൾ അവരെ നോക്കാൻ മനസ്സ് വരാത്ത നമ്മൾ ഏത് ദേവാലയത്തിൽ പോയിട്ട് ഒരു പുണ്യവും കിട്ടത്തില്ല, ഒരു പുണ്യവും കിട്ടത്തില്ല. ഈ പുണ്യം കിട്ടാനുള്ള അറിവ് പകർന്നു തരുന്ന ഇടമാണ് ദേവാലയം. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ അനുകമ്പാദശകം ചെല്ലുമ്പോൾ ഗുരു അനുഗ്രഹിക്കാൻ വേണ്ടിയല്ല. ഗുരുവിൻ്റെ അനുഗ്രഹം എന്താണ്? അനുകമ്പാദശകത്തിൽ അരുളുള്ളവനാണ് ജീവി എന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ അരുളുണ്ടാകണം, അനുകമ്പയുണ്ടാവണം. വേണ്ടേ? സഹജീവികളോട് കരുണയുണ്ടാവണം. അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ പഠിക്കണം. അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. ആപത്തിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്താൻ പഠിക്കണം. ഈ ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാവണം. ശരിക്കും അതൊരു മാതൃപൂജ, പിതൃപൂജ തന്നെയായിരുന്നു. കാരണം ആ വേദിയിൽ കുറേ നേരം സംസാരിച്ചു ഞാൻ എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഈ കണ്ണുകൾ നിറഞ്ഞു കണ്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് കാളി. കാരണം എൻ്റെ അമ്മ മരിച്ചു പോയതാണ്. 26 വർഷമായി, ഭാഗ്യമില്ലാതെ പോയി. പക്ഷേ അമ്മ ഈ പറഞ്ഞ പോലെ എൻ്റെ ചങ്കായിരുന്നു. ആ സ്നേഹം ഇവിടെ സാറ് പറഞ്ഞതുപോലെ ഇന്ന് സുരേഷ് പരമേശ്വരൻ എന്ന പ്രൊഫസർ പദവും കയറി അല്ലെങ്കിൽ ട്രെയിനറുമായി പ്രഭാഷകനൊക്കെ ആയിട്ടുള്ള ഒരു സുരേഷ് പരമേശ്വരൻ നിങ്ങൾക്കറിയാം. ശശികുമാർ സാറ് കോട്ടയത്ത് വന്നപ്പോൾ പറഞ്ഞു, സാറിനെക്കുറിച്ച് ഞാൻ കേട്ടു, സാറേ എൻ്റെ വായിൽ നിന്ന് അങ്ങനൊന്നും വരത്തില്ല കേട്ടോ, ഞാനൊരു ചായക്കടക്കാരനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ കരുതണ്ട, ഞാനും ഒരു ചായക്കടക്കാരനാ. ചായ ഇഷ്ടംപോലെ എച്ചിൽ പാത്രങ്ങൾ കഴിയിട്ടുണ്ട്. ജാതിമത ഭേദമന്യേ ഭക്ഷണം വിളമ്പി കഴിക്കുന്ന പാത്രങ്ങൾ കഴിയിട്ടുണ്ട്. കിലോ കണക്കിന് മാവിൻ്റെ പൊറോട്ട അടിച്ചിട്ടുണ്ട്. പാചകമൊക്കെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഇഷ്ടമാണ്. കാര്യം എന്താ? നല്ല കറി വെക്കണേ ഞാൻ അടുക്കളയിൽ കയറിക്കോളാൻ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ സമൂഹത്തിൽ അച്ഛൻ്റെ അമ്മയുടെ വിദ്യാഭ്യാസം കുറഞ്ഞാലും
എത്ര കഷ്ടതകളുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നേറാൻ പറ്റുമെന്ന് സമൂഹത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് PSCക്ക് സ്റ്റേറ്റിൽ 2ാം റാങ്ക് മേടിച്ചുകൊണ്ട് മുന്നേറിയ വ്യക്തിയാണ് സാർ ഞാൻ. ഇത് ഞാൻ അവിടെ പറഞ്ഞു. സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് കൂട്ടുകൂടാന്നേ, കുഴപ്പമൊന്നുമില്ലെന്നേ, എനിക്കതുകൊണ്ട് സാധാരണക്കാരെയാണ് ഇഷ്ടം. ഞാൻ വന്ന വഴികൾ ഞാൻ മറക്കില്ല. ഈ അച്ഛനമ്മമാരെയും പാവങ്ങളെയും ഇന്നത്തെ സമ്പന്നരെന്ന് വിശേഷിപ്പിക്കുന്ന മുഖം മൂടി അണിഞ്ഞ മക്കളുണ്ടല്ലോ, വിദ്യാസമ്പന്നരെന്ന് പറയുന്നവർ, അവരകറ്റുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്നേ. ഈ പറയുന്ന വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ എന്നിട്ട് ഈ അച്ഛനമ്മമാരോട് പറഞ്ഞു, അരുത്, നിങ്ങളുടെ കണ്ണുകൾ നിറയരുത്, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ. വീണ്ടും അവരെന്നെ നോക്കി, എന്നാ ഭാഗ്യമാ ഞങ്ങൾ ചെയ്തത്, ഈ അനാഥാലയത്തിൽ വന്ന് വസിക്കുന്നതാണോ ഞങ്ങൾ ചെയ്ത ഭാഗ്യം. ഞാൻ പറഞ്ഞു, അത് ഞാൻ നിങ്ങളോട് ഇച്ചിരി കഴിഞ്ഞു പറയാം. ഭക്ഷണം കഴിക്കാൻ നിരന്നിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ ആ അമ്മമാരൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയുന്ന കേട്ടു. ഞാൻ ചോദിച്ചു, നാരായണിയമ്മേ, വീട്ടിലായിരുന്നെങ്കിലോ പൂച്ച പോലും കയറ്റുമോ ഇപ്പം വീട്ടിനകത്ത്? മോള് രാവിലെ വിളമ്പി വെച്ചിട്ട് പോകും, തട്ടിയും മുട്ടിയും ചെന്ന് എടുത്ത് കഴിക്കും, ചുറ്റുമതിലുകൾ കൊണ്ട് നിറഞ്ഞു, ഗേറ്റിനകത്തിട്ട് പൂട്ടി. ഏകാന്തതയുടെ തടവറകളിലല്ലേ ഇന്ന് പല അച്ഛനമ്മമാരും കഴിയുന്നത്? പക്ഷേ നിങ്ങൾക്ക് ഇന്ന് എത്ര സന്തോഷം, പരസ്പരം കുശലം പറഞ്ഞ് ഇന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ലേ? അത് ശരിയാ മോനെ, ഞങ്ങൾക്കിവിടെ സുഖമാണ്. എന്നാലും മക്കളെ ഓർക്കുമ്പോൾ, ഞാൻ ആ വേദിയിൽ പോയി വന്നതിന് ശേഷം ഒരിടത്ത് ഞാൻ ഇതുപോലെ പ്രസംഗിച്ചു. എനിക്ക് അന്നൊരു വലിയ വിഷമം ഉണ്ടായി. അന്ന് രാത്രിയിൽ ഒരു 9:30 മണി ആയപ്പോൾ ചെങ്ങന്നൂർ, അനീഷിന് അറിയാമായിരിക്കും, ചെങ്ങന്നൂരിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. എന്നിട്ട് ഒരമ്മയുടെ ഫോൺ കോളാണ്. മോനെ എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ ചോദിച്ചത് എന്താ? മോൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം, കാരണം അനീഷാണ് ഇതിൻ്റെ ടെക്നിക്കുകാരൻ, ഈ സാധനമൊക്കെ എടുത്ത് ഇങ്ങനെ വിടുന്നത് കൊണ്ട് ആളുകൾ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞു, മോനെ ആ വൃദ്ധസദനത്തിൽ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകാമോ? ഞാൻ ചോദിച്ചു, അമ്മയുടെ വീട്ടിലാരും ഇല്ലേ? വീട്ടിൽ ആളൊക്കെ ഉണ്ട് മോനെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും അമ്മയെ നമുക്ക് നാളെ സംസാരിക്കാം. ഞാൻ പിറ്റേ ദിവസം ആ ശാഖയിൽ വിളിച്ച് തിരക്കിയപ്പോൾ 2 നില വീട്, മകൻ ജോലിക്കാരൻ, മകൾ ഒരു അധ്യാപിക, മക്കൾ 2 പേരും വിദേശത്ത്. ഞാൻ ചോദിച്ചു, പിന്നെന്താണ് ഈ അമ്മയ്ക്ക് പറ്റിയത്? അപ്പോൾ പറയുകയാണ്, ഈ അമ്മ ഒറ്റയ്ക്കുള്ളൂ വീട്ടിൽ, അച്ഛൻ മരിച്ചു പോയതാ. പുറത്ത് ഈ കള്ളം കയറുമല്ലോ, ഇത്രയും സ്വത്തൊക്കെ ഉള്ളതല്ലേ, ഈ അമ്മയ്ക്കുള്ള സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് പുറത്ത് നിന്ന് പൂട്ടിയിട്ടാണ് ഇവർ പോകുന്നത്. വൈകുന്നേരം വരെ അമ്മ ഒറ്റയ്ക്ക് ഈ മുറിക്കകത്താ. അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? മോനെ, ഈ മുറിയെല്ലാം പൂട്ടിയിട്ടിരിക്കുക, എനിക്ക് ഇച്ചിരി ഷുഗറിൻ്റെ അസുഖമുണ്ടേ, ഈ ഷുഗർ ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി മൂത്രം പോവും. അപ്പോൾ വൈകിട്ട് വരുമ്പോൾ ചിലപ്പോൾ അറിയാതെ തുണിയിലൊക്കെ മൂത്രം കാണും. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. വൈകിട്ട് വരുമ്പോൾ വീട്ടിനകത്ത് ഭയങ്കര നാറ്റമായിരിക്കും. അപ്പോൾ എൻ്റെ മരുമകൾ എൻ്റെ മകനോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ തള്ളയുടെ കാര്യം കൊണ്ട് തോറ്റു, ഇവർക്ക് വല്ല ട്യൂബും മേടിച്ചിടും മനുഷ്യ. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കണ്ട്, 74 വയസ്സേ ഉള്ളൂ, ഒരു ഡോക്ടറെ കൊണ്ട് ട്യൂബ് ഇടിച്ചു. കുറേ ആയപ്പോൾ ഈ അമ്മയ്ക്ക് ഇൻഫെക്ഷനായി, ആ ട്യൂബ് കളഞ്ഞു. വീണ്ടും പ്രശ്നമായി. അവർ പറഞ്ഞു പാട് വെക്കാൻ പറഞ്ഞു, പാട് വെച്ച് കെട്ടിക്കൊണ്ട് നടന്നു. അമ്മയ്ക്ക് ഇൻഫെക്ഷനായി. പറഞ്ഞു, മോനെ എനിക്ക് അങ്ങനെ പാടൊന്നും വെച്ചോണ്ട് കിടക്കാൻ എനിക്ക് പറ്റില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോവും, ഞാൻ വരുമ്പോൾ വഴക്ക് പറയും. എൻ്റെ മോൻ ഭയങ്കരമായിട്ട് വഴക്ക് കേൾക്കുന്നു, അതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടൊന്ന് ഇടാവോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നമുക്ക് മനസ്സിലുണ്ടാകുന്ന വേദനയൊന്ന് ഓർത്ത് നോക്കിയേ. ഇന്ന് വലിയ ബംഗ്ലാവ് വെച്ചിട്ട് എന്താ കാര്യം? വലിയ വാഹനം ഉണ്ടായിട്ട് എന്താ കാര്യം? സ്വാതന്ത്ര്യം നേടിയെന്ന് അഭിമാനിച്ച് പറയുമ്പോഴും, എല്ലാം ഉണ്ടാക്കിയെന്ന് അഭിമാനിച്ച് പറയുമ്പോഴും, നമ്മുടെ വീടുകളിൽ നമ്മളുടെ ഉള്ളിൽ അവരുടെ വേദന നമ്മളുടെ പ്രാക്കായിട്ട് വരും. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെങ്കിൽ എന്തിനും ഫലമുണ്ട്, പ്രാക്കിനും ഫലമുണ്ടെന്നേ. അവരുടെ മനസ്സ് വേദനിച്ചാൽ പുണ്യം കിട്ടില്ല. കാരണം അവരാണ് ഈശ്വരൻ. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായ സൃഷ്ടാവായ എൻ്റെ പാതിയായ അച്ഛനും എൻ്റെ പാതിയായ അമ്മയും, എനിക്ക് ജീവൻ തന്ന അച്ഛനും അമ്മയും. പ്രിയമുള്ളവരെ, പ്രായമാകുമ്പോൾ ഇച്ചിരിയൊക്കെ കുശുമ്പ് പറയുന്നത്, കൊച്ചു പിള്ളേരെ നമ്മൾ സഹിച്ചില്ലേ? നമ്മൾ 4, 5, 6 വയസ്സുള്ളപ്പോൾ എന്തെല്ലാം കുസൃതി കാട്ടി, തീ എടുത്ത് അമ്മയ്ക്കിട്ട് കുത്തിയില്ലേ, എന്തെല്ലാം കുസൃതി കാട്ടി. അന്ന് നമ്മളെ കൊണ്ട് അനാഥാലയത്തിൽ വിട്ടോ അമ്മ? ഇല്ലല്ലോ.
അവരെ വീണ്ടും വീണ്ടും ഇല്ലേ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് വളർത്തി വലുതായി അവർ ഇന്ന് പ്രായമായി കുസൃതി കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഇച്ചിരി സോഡിയത്തിൻ്റെ അളവൊക്കെ കുറയുവന്നേ. അപ്പോൾ മോടെ പേര് ലീലാമണി എന്നാണെങ്കിൽ ചിലപ്പോൾ ശാന്തമ്മേന്നായിരിക്കുമെന്നേ വിളിക്കുന്നത്. റിലേക്ക് ഇച്ചിരി പോവുന്നേ, ഇച്ചിരി മൂത്രമൊക്കെ പോവുന്നേ, ഇച്ചിരി അപ്പിയൊക്കെ പോവുന്നേ. ഇത് കാണുമ്പോൾ മറ്റൊരു വിഷമം എന്താണെന്നറിയാവോ? ലക്ഷങ്ങൾ കൊടുത്തു പട്ടിയെ മേടിക്കും, പട്ടിയെ വീട്ടിലേ. എന്നിട്ടോ അതിൻ്റെ അപ്പി കോരാൻ ഒരു മടിയില്ല. സുന്ദരക്കുട്ടന്മാരായ നമ്മുടെ മക്കൾക്ക് ഡിഗ്രിയാണ്, PG ആണ്, കൊണാണ്ടറാണ്, വലിയ പഠിത്തക്കാരനാ. അവൻ പട്ടിയെ കൊണ്ടുപോകും. എവിടെയാണ്? മൃഗാശുപത്രി തേടിപ്പോവും. പട്ടിക്ക് ഫുഡ് മേടിക്കാൻ പോകും. ഫിറ്റ്സ് കൊടുക്കണം പട്ടിക്ക്, അതിന് ചിക്കൻ കൊടുക്കണം. ഒന്ന് ഓർത്തുന്നെങ്കിൽ ശരിയാണോ ഞാൻ പറയുന്നത്? ഈ കുഞ്ഞുങ്ങൾക്ക് പട്ടിയെ അപ്പിയിടിക്കാനും പട്ടിയുടെ കൂട് കഴുകാനും ഒരു മടിയില്ല. വീട്ടിൽ പ്രായമുള്ള അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ഒന്നിരിക്കാൻ അവർക്ക് മടിയാ. നാറും. പട്ടിക്ക് നല്ല സുഗന്ധമല്ലേ, അമ്മ നാറും പോലും. ഓർക്കണം, അതാണ് നമ്മൾ മാറേണ്ടത്. എന്തിനാ ഈ ദർശനോത്സവത്തിനൊക്കെ വരുന്നത്? വന്ന് പ്രാർത്ഥന പഠിക്കാനല്ല, നന്മയുള്ള മനസ്സുണ്ടാവാനാണ്. ഗുരു അതാണ് ആഗ്രഹിച്ചത്. നമ്മൾ ഇവിടെ നിന്ന് ഓരോരോ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകളുണ്ടാവണം, നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകളാകണം. എനിക്ക് തോന്നുന്നു പണ്ടിവിടെ വന്നപ്പോഴും ഞാൻ ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ട്. കുടുംബജീവിതത്തെക്കുറിച്ച് ഞാൻ എവിടെ ചെന്നാലും പറയും, അമ്മയെക്കുറിച്ച് ഞാൻ എവിടെ ചെന്നാലും പറയും. കാരണം എൻ്റെ അനുഭവം ഇല്ലാതായിപ്പോയി. എൻ്റെ 25-ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചുപോയി. മനസ്സിലായി? 25-ാമത്തെ വയസ്സിൽ, നല്ല പ്രായത്തിൽ. ഞാൻ ഇന്ന് കൈവെള്ളയിൽ കൊണ്ടുവന്നേനെ എൻ്റെ അമ്മയെ. എൻ്റെ അച്ഛന് ഇന്നുമുണ്ട്, 83 വയസ്സുണ്ട്. എൻ്റെ അച്ഛനെ ഞാൻ പൊന്നുപോലെ സംരക്ഷിക്കുന്നുണ്ടേ. എനിക്കൊരു സന്തോഷമാണത്. മാതൃകാപരമായി ചെയ്തിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറയാൻ യോഗ്യതയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് ജോലിയുണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും അത് ചെയ്യാൻ ഞാൻ മടി കാണിക്കാറില്ല. എൻ്റെ അച്ഛന് ഇന്ന് എഴുന്നേറ്റ് നടക്കാം, കുഴപ്പമൊന്നുമില്ല. എൻ്റെ അച്ഛൻ എന്നെ കുഞ്ഞുനാളിൽ ശീലിപ്പിച്ച ശീലമാണ് ഇന്ന് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ചായക്കടയിൽ പണി ചെയ്തും പൊറോട്ട അടിച്ചും പശുവിനെ വളച്ചും പോത്തിനെ വളർത്തിയും മീൻ പിടിച്ചും നടന്ന് ഞാൻ 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള എൻ്റെ അച്ഛൻ ഭാഗവതം വായിക്കുന്നത് കേട്ട് വളർന്നതാണ്. എൻ്റെ അച്ഛൻ രാമായണം വായിക്കുന്ന കേട്ട് വളർന്നതാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മയ്ക്ക്. പക്ഷേ എൻ്റെ അമ്മ ചൊല്ലിത്തന്ന ഹരിനാമകീർത്തനമാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലിയത്. ഞാൻ വേറെങ്ങും പോയി പഠിച്ചതല്ല. കുഞ്ഞുനാളിൽ ആ വാത്സല്യനിധികളായി മണ്ണെണ്ണ വിളക്ക് വെച്ചുകൊണ്ട് വീട്ടിൽ കഴിഞ്ഞ വ്യക്തിയാണ് ഞാൻ. അന്നിരുന്ന് പഠിച്ച പാഠങ്ങൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് മക്കളെ നിങ്ങളോട് ഇത് പറയുന്നത്. നിങ്ങൾ സുഖത്തിൻ്റെ നിറകയിലാണ്, നിങ്ങൾക്കത് മനസ്സിലാവില്ല, അനുഭവിക്കുമ്പോഴേ മനസ്സിലാവൂ. പക്ഷേ അന്ന് നിങ്ങൾക്ക് തിരിഞ്ഞ് ചിന്തിക്കുവാൻ, ഒന്ന് പരിചരിക്കണമെന്ന് വിചാരിച്ചാൽ അച്ഛനമ്മമാരുണ്ടാവില്ല. ഞാൻ ഇന്ന് രാവിലെ വനിതാ സംഘത്തിൻ്റെ ഒരു പ്രോഗ്രാം കോട്ടയത്തുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇത് പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന ഈ അച്ഛൻ്റെയും അമ്മയുടെയും പാദത്തിൽ, ഞാൻ ഇവിടെയും ചോദിക്കുക, ജീവിച്ചിരിക്കുന്ന പ്രായമുള്ളവരോട് ഉൾപ്പെടെയാ ചോദ്യം, ജീവിച്ചിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും പാദമൊന്ന് കഴുകി അല്പം പുഷ്പമിട്ട് അതിൽ നമസ്കരിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? കൈപൊക്കണ്ട, ഞാൻ ചോദിക്കുന്നില്ല, ആരെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല. മനസ്സിൽ ചിന്തിച്ചാൽ മതി എത്ര പേരുണ്ട്. പക്ഷേ നിങ്ങൾ തൊടും എപ്പോഴാണെന്നറിയാവോ? മരിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും പോയി കുളിപ്പിച്ചെല്ലാം കിടത്തി ശാഖക്കാര് പട്ടുവൊക്കെ ഇട്ട് കഴിയുമ്പോൾ ശാന്തിമാര് വന്ന് ചൊല്ലിത്തരുന്ന മന്ത്രം അവരരിയും പൂവെടുത്ത് കയ്യിലേക്ക് തരുമ്പോൾ അതുകൊണ്ട് പാദത്തിലിട്ടിട്ട് ചത്ത് കിടക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും പാദത്തിൽ നൊട്ട് നമസ്കരിക്കാൻ പോകുന്നവരല്ലേ നമ്മൾ. ജീവിച്ചിരിക്കുമ്പോൾ എന്തേ ഈ മടി ചെയ്യാൻ? ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തുകൂടായിരുന്നോ നിങ്ങൾക്ക്? മരിച്ചു കഴിഞ്ഞ് ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങളിത് ചെയ്യുന്നത്? അപ്പോൾ മരിച്ചു കഴിഞ്ഞ് ചെയ്താൽ ആ അച്ഛൻ കാണില്ല, അമ്മ കാണില്ല. പറ്റുമെങ്കിൽ നാളെ നേരം വെളുന്ന് എഴുന്നേൽക്കുമ്പോൾ അതാണ് മാതൃപൂജ, അതാണ് പിതൃപൂജ. ഈശ്വരനെ എങ്ങനെയാണ് സേവിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് ശാന്തിമാർ കാണിച്ചു തരുന്നുണ്ടല്ലോ. അവർ കണ്ടില്ലേ കുളിപ്പിക്കുന്നത്, അവർ കണ്ടില്ലേ വസ്ത്രം ധരിപ്പിക്കുന്നത്, അവർ കണ്ടില്ലേ സുഗന്ധം പൂശുന്നത്, അവർ കണ്ടില്ലേ നിവേദ്യം കൊടുക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ ഒരിക്കലെങ്കിലും മരിക്കുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും നിങ്ങളൊന്ന് വിളിച്ചിരുത്തുക. നാളേക്ക് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, മരണം വരുമൊരു നാൾ, അരനിമിഷം പോലും കളയരുത്. കാരണം തിരിച്ച് വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? തിരിച്ച് വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പം കണ്ടില്ലേ മനുഷ്യൻ്റെ കാര്യമേ. ഇന്നിവിടെ പ്രഭാഷണം നടത്താൻ നമ്മളൊരാളെ നിയോഗിച്ചു,
പെട്ടെന്ന് അദ്ദേഹത്തിന് നെഞ്ചുവേദനയുണ്ടായി, ഹോസ്പിറ്റലൈസ്ഡായി. നിങ്ങൾ ചിന്തിക്കുക, പറ്റിയോ? നിയോഗമാ. ഞാൻ അതാ പറയാം, ചെല്ലുമെന്ന് ഒരുറപ്പുമില്ല. ഇന്നലെ കണ്ടില്ലേ, MBBS എത്രയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വത്തും സമ്പാദ്യം ഒക്കെ മുടക്കും, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് സ്വപ്നം കണ്ടോ? കഴിഞ്ഞ ദിവസം പത്രത്തിൽ വാർത്ത, മക്കളെ കൊണ്ട് അനുഭവിക്കാൻ യോഗമുണ്ടായോ? അടുത്ത് കാണുമ്പോൾ ആ യോഗം എന്താണെന്ന് അറിയില്ല. അകന്ന് കഴിയുമ്പോഴേ നിങ്ങൾ മൂല്യത്തെ തിരിച്ചറിയുള്ളൂ. അതല്ല നമുക്ക് വേണ്ടത്. ഇപ്പോഴടുത്തിരിപ്പില്ലേ, ഒന്ന് ചേർത്ത് പിടിച്ചുകൂടെ നിങ്ങൾക്ക്? ഈ പ്രായമുള്ള അച്ഛന്മാരൊക്കെ പുറകിൽ ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പാണ്ടിലോറി വരുമ്പം തവള ഇരിക്കുന്ന പോലെ വേർപ്പിച്ചിരിക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സ് കരിങ്കല്ലാന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഒന്നുമല്ല. ഒന്ന് ചേർത്ത് പിടിച്ചു നോക്കിയേ, ആ കവിളത്തൊരു ചുംബനം ഒന്ന് കൊടുത്തു നോക്കിയേ. ഉമ്മ വെക്കാൻ പഠിപ്പിക്ക്, നിങ്ങൾ ഉമ്മ വെക്കാൻ പഠിപ്പിക്ക്. കുഞ്ഞുങ്ങളെ ആ കവിളത്തൊരു ചുംബനം കൊടുക്ക്, അച്ഛൻ്റെ കവിളത്തൊരു ചുംബനം കൊടുക്ക്. ചത്ത് കഴിയുമ്പോൾ അയ്യോ അച്ഛാ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ചത്ത ശവത്തെ പോയി ചുംബിക്കാനല്ല പഠിപ്പിക്കേണ്ടത്. ജീവിച്ചിരിക്കുന്ന അച്ഛൻ്റെ പാദപൂജ ചെയ്യാൻ പഠിപ്പിക്ക്. രാവിലെ പറ്റുമെങ്കിൽ അച്ഛനെ ഒന്ന് കുളിപ്പിച്ച്, അല്ലെങ്കിൽ കുളിച്ചു വന്നിരിക്കുന്ന അച്ഛൻ്റെ പാദത്തിൽ വന്ന് ഒന്ന് തൊട്ട് നമസ്കരിക്കാനെങ്കിലും നിങ്ങൾ ഒന്ന് മനസ്സ് കാണിച്ചേ. അതിൽ പരം പുണ്യം ജീവിതത്തിൽ കിട്ടാനുണ്ടാവില്ല. അവർ മനസ്സുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കും, നന്നായി വരുമെന്ന് പറയും. അത് മതി മക്കളെ ജീവിതത്തിൽ പുണ്യം. ഒരു ക്ഷേത്രത്തിലും പോകണ്ട. ഞാൻ ലോകത്തുള്ള ക്ഷേത്രങ്ങളിലൊന്നും തൊഴാനൊന്നും പോകത്തില്ല. ഈ ചന്ദനം കണ്ടൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇത് ഞാൻ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞപ്പൊടിയാ. ഈ ചുവന്നിരിക്കുന്ന കുങ്കുമം ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കുങ്കുമ. മഞ്ഞളും ചുണ്ണാമ്പോട് ഒരു അനുപാതത്തിൽ ചേർത്ത സാധനമാ. മഞ്ഞൾ തേക്കുന്നത് നല്ലതാ കേട്ടോ. എനിക്ക് ജലദോഷം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഈ കണ്ട ഒരു 58ഓളം ബോഡി ഈ കോവിഡ് കാലത്ത് കൊണ്ടടക്കി നിരവധി രോഗികളെ കോവിഡ് കാലത്ത് പൊക്കിയെടുത്തോണ്ട് പോയി. എത്രയോ സ്ഥലങ്ങൾ ശുചീകരണം ചെയ്തു. ഗുരുവിൻ്റെ അനുഗ്രഹം, കോവിഡ് എന്ന് പറയുന്ന സാധനം ഇതുവരെ തൊട്ട് തീണ്ടിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ധാർമ്മിക ബോധത്തോടെ കർമ്മം ചെയ്താൽ ഒന്നിനെയും ഭയക്കണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ പലരും ഭയന്നു, മൂക്കത്ത് മൂടികെട്ടി കാണാത്ത സാധനത്തിനെ ഭയന്ന് ഓടി നടക്കുക ഇല്ലേ? മുള്ളു പോലിരിക്കുന്ന ഒരു സാധനമാണ് കൊറോണ വൈറസ് എന്ന പത്രത്തിലും TV-യിലും കണ്ടാണ് നിങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ണുകൊണ്ട്? ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരണുവിൻ്റെ മുന്നിൽ ഭ്രമിച്ച് ഓടിയൊളിച്ച മനുഷ്യ എന്ത് കണ്ടിട്ടായി അഹങ്കരിക്കുന്നത്? എന്ത് കണ്ടിട്ട്? അതല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ കൺമുന്നിൽ കാണുന്നതിനെ ചേർത്ത് പിടിക്ക്, അവരെ സ്നേഹിക്ക്. അതാണ് ഗുരു നമുക്ക് അരുൾ ചെയ്ത വചനങ്ങൾ. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ആരുണ്ടാവും? ഗുരുവുണ്ടാവും. ഗുരുവിനെ മനസ്സിൽ പ്രതിഷ്ഠിക്ക്. ഗുരുവിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചാൽ നന്മ ചെയ്യാനേ നമ്മെ കൊണ്ട് പറ്റൂ. സ്നേഹമുള്ളവരെ, അത് നിങ്ങളെ കൊണ്ടാവണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ ഭക്ഷണം ഉണ്ടായിരിക്കും അല്ലേ? ഭക്ഷണം ഉണ്ടോ? ആ ഭക്ഷണമുണ്ട്. ഇന്ന് തന്നെ അമ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മേ ബാ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുള്ള ചോറുരുട്ടി അമ്മയുടെ വായിലോക്ക് വെച്ച് കൊടുക്കണം. പച്ചരിയും ദർഭയും കൂടെ കുത്തി വെച്ച് കൊടുക്കുക എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. കാരണം ചത്ത് കഴിഞ്ഞ പച്ചരി തീറ്റിക്കണ്ടല്ലോ, ഇവിടെ വെന്ത ചോറായിരിക്കും തരുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ഞു വാ എന്ന് വിചാരിച്ചുകൊണ്ട് ആ എന്തെങ്കിലുമൊക്കെ ഓം സും ശും ശും എന്നൊക്കെ വായി മനസ്സിലങ്ങ് ചൊല്ലിക്കോ. എന്നിട്ട് ഇന്ന് ഇരിക്കട്ടെ, ഓം ശാന്തി 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 എന്ന് പറഞ്ഞ് നമ്മുടെ വായിലോട്ട് വെച്ച് കൊടുത്തു. ഒരു കുഴപ്പമില്ല. ഭർത്താവിന് ഭാര്യയ്ക്ക് കർമ്മം ചെയ്യാൻ മരിച്ചു കഴിയുമ്പം കേട്ടോ. ആര് കർമ്മം ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. മക്കൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിരുന്നിടത്ത് മക്കൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കർമ്മം ചെയ്യാം. അപ്പോൾ ഭാര്യ ഇന്ന് എന്ത് ചെയ്യണമെന്നറിയാമോ? ചേട്ടാ വാ ചേട്ടാ, ഓം ശാന്തി 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 ഒരുള്ള ചോറുട്ടി ചേട്ടൻ്റെ വായിൽ വെച്ച് കൊടുക്ക്. തിരിച്ച് ഭർത്താവ് ഭാര്യയ്ക്ക് കർമ്മം ചെയ്യാം കേട്ടോ. ആ ബലം പിടിച്ചിരുന്നാൽ പോരാ, ഇച്ചിരി ഒന്ന് ചിരിക്കാൻ. എന്തിനാ ഈ ബലം പിടിക്കുന്നേ? നമ്മൾ ബലം പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവസാനം മനസ്സിൽ ഒതുക്കത്തിൽ പോയിരുന്ന കരയോ. അച്ഛന്മാരൊക്കെ മക്കളുടെ മുന്നിൽ നിന്ന് കരയാൻ നാണക്കേടാ, അഭിമാനം. എന്നിട്ടോ മക്കളുടെ ചീത്തവിളിയെല്ലാം കേട്ടിട്ട് അവരെ മുന്നിൽ ദേഷ്യപ്പെട്ടിട്ട് ഒതുക്കത്തിൽ പുറകിൽ പോയി നിന്ന് നെഞ്ചു പൊട്ടി കരയും. എന്നിട്ട് 2 ചാട്ടവും ചാടും. പക്ഷേ അവരുടെ മനസ്സിൽ വേദനയാ. അതൊക്കെ ഒന്ന് മാറ്റണ്ടേ? മക്കളെ, സ്നേഹിക്കാൻ പഠിക്ക്, സ്നേഹിക്കാൻ പഠിക്ക്. ഇല്ലെങ്കിൽ ഈ മനുഷ്യ നന്മയില്ലാത്ത ലോകത്തിലേക്ക് പോകും. ഇന്ന് നമ്മളുടെ ലോകം പ്രകൃതിക്ക് വിരുദ്ധമായി ജീവിക്കുന്ന ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നില്ല. മണ്ണിൽ നടന്ന് നമ്മളിൽ നിന്ന് ചെരുപ്പേ കയറി, കല്ലേ കയറി, ടൈലേ കയറി ഇപ്പം നടുവേദനയാണ്, കാലുവേദനയാണ്. നമ്മുടെ മുട്ടൊക്കെ ഇപ്പോൾ ആ കോഴിക്കാല് പോലെ ഇരിക്കുന്ന, വളച്ചാൽ വളയത്തില്ല, ആ സ്റ്റൈലിലാണ് നമ്മുടെ മുട്ടൊക്കെ ഇരിക്കുന്നത്. മനസ്സിലായോ? ഇതൊക്കെ മാറണമെന്ന് ഈ മണ്ണി ചവിട്ടിയൊന്നും നടത്താനേ മക്കളെ. മുറ്റത്തിച്ചിരി മെറ്റിലും കല്ല് വെക്കും. അയ്യോ തൊടാമല്ല, ചോര പൊടിയുമെന്നാ പറയുന്ന. കാല് ജനിച്ചപ്പോഴേ ചെരുപ്പ് ഇട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നത് അല്ലല്ലോ. അപ്പോൾ ഒന്ന് മണ്ണിത്തൊട്ട് നടന്നു നോക്കി. ഒരു മാഗ്നറ്റും കയറ്റി കാലിൻ്റെ കീഴെ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല സാധനങ്ങൾ കഴിക്കാനേ, പോത്തിനെയും പട്ടിയെയും പോത്തിനെ അത് മാത്രം കഴിച്ചാൽ പോരാ. എല്ലാവർക്കും കുഴിമാന്തി മതിയെന്നാ പറയുന്നത്. പണ്ട് മാന്തിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ചൊറിച്ചില്ല. മക്കൾക്കൊക്കെ ഇപ്പോൾ സ്കിൻ ഡിസീസാ.
കാര്യം എന്താ? ഉള്ള ഹോർമോൺ ചിക്കനെല്ലാം കൊടുത്തിട്ട് കുഞ്ഞുങ്ങളൊക്കെ നടക്കുന്ന കാണുമ്പോൾ ചിരിക്കുക. ഞാനൊക്കെ ഇപ്പോഴും കാലെടുത്ത് ഇങ്ങനെ വെച്ച് പത്മാസനത്തിൽ ഇരിക്കും, ഒരു കുഴപ്പമില്ല. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് വയസ്സ് 50 കഴിഞ്ഞു, ഒരു രോഗവും ഇതുവരെ ഭഗവാൻ തന്നിട്ടില്ല കേട്ടോ. എത്ര പേർക്ക് പറയാൻ പറ്റും? എത്ര പേർക്ക് പറയാൻ പറ്റും? പ്രഷർ, ഷുഗർ, അത് ഇത് തിന്നുമ്പോൾ ഓർക്കണമെന്നേ, മനസ്സിലായോ? ആ കുറേയൊക്കെ തിന്നുമ്പോൾ ഓർക്കണം, ഇത് രോഗമാണ്. അമ്മ സ്നേഹിക്കുക മക്കളെ, അങ്ങ് കൊല്ലുകയാണ് അമ്മമാരെ മക്കളെ. തിന്നടാ മോനെ, കോഴിക്കാല് വറുത്തതുണ്ടാ, തിന്നടാ, ഒരു വറുത്ത മീനൂടെ കൂട്ടിക്കോടാന്നാ പറയുന്നത് അല്ലേ? അങ്ങനെ വറുത്തും പൊരിച്ചും ഒലത്തിയും കൊടുക്കുമ്പോൾ ഓർത്തോണം, ഇത് പോക്ക് ആരോഗ്യം കിഴപ്പോട്ടാണ് പോകുന്നത്. എന്നിട്ടോ അന്നേരപ്പോഴും തിന്നുന്നത് പാറ്റാക്കാട്ടം എടുത്ത് വായിലിട്ടാലും മൊബൈൽ ഫോണെ നോക്കിക്കൊണ്ടാണ് കഴിക്കുന്നത് കുഞ്ഞുങ്ങളെ. ഇതാണ് കുഞ്ഞുങ്ങളുടെ ആഹാരത്തിൻ്റെ രീതി. അപ്പം ഈ ഒരു രീതികളൊക്കെ ആയതുകൊണ്ട് ഇന്ന് ചിരിക്കാൻ മറന്നു പോകുന്നു, മുഖത്തോട്ടൊന്ന് നോക്കാൻ മറന്നു പോകുന്നു, തൻ്റെ കണ്ണിലുണ്ടാകുന്ന ആ വിഷാദ രോഗത്തെ കാണാൻ മറന്നു പോകുന്നു, ഭാര്യയുടെ മുഖത്തുണ്ടാകുന്ന ആ ദേഷ്യത്തെയും വിഷമത്തെയും ഒന്നും കാണാൻ ഭർത്താവ് മറന്നു പോകുന്നു. ഭർത്താവ് ലോകം മുഴുവൻ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ഭർത്താവിൻ്റെ ടെൻഷൻ ഒന്നറിയാൻ ഭാര്യ മറന്നു പോകുന്നു. ഈ ടെൻഷൻ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിനുള്ളിൽ കിടക്കുന്ന അച്ഛനമ്മമാരോട് കഴിച്ചോ എന്നൊന്ന് ചോദിക്കാൻ പോലും മറന്നു പോകുന്നു നമ്മൾ. അരുത്. വൈകിട്ട് വരുമ്പോൾ അച്ഛൻ കഴിച്ചെന്ന് മോൻ അറിയാം, എങ്കിലും അച്ഛാ കഴിച്ചായിരുന്നോ? ഇതവർ പ്രതീക്ഷിക്കുന്നു കേൾക്കാൻ. അമ്മേ കഴിച്ചായിരുന്നോ? മരുമോളോട് അമ്മ മരുന്ന് കഴിക്കുന്നത് കണ്ടു, എന്നാലും അമ്മേ മരുന്ന് കഴിച്ചോ? ആ അമ്മ പിറ്റേ ദിവസം പറയുന്നത് കേൾക്കാം, അവള് എന്നാ പറഞ്ഞാലും അവളിച്ചിരി കുശുംബിയാണെന്നേ ഉള്ളൂ, പക്ഷേ എന്നാ സംരക്ഷണമെന്നറിയാവോ? അവരത് ഉദക്കത്തിൽ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു സുഖം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 32ാമത് ദർശനോത്സവ വേദിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ പരസ്പരം വിദ്വേഷമില്ലാത്ത ഒരു മനസ്സോടുകൂടി കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോ. ഇത്തരത്തിൽ ഈ ദർശന സുഹൃതം പേറി ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലെ വിദ്വേഷമൊക്കെ മാറ്റി പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം ചേർത്ത് പിടിക്കാൻ. വേലിക്കല്ലൊന്ന് ഇളയിക്കോട്ടെ, ഇതും കൊണ്ട് പോകത്തില്ലെന്നേ. മുള്ളുവേലിയൊന്ന് മാറ്റിക്കോട്ടെ, ഇതൊന്നും കൊണ്ട് പോകത്തില്ലെന്നേ. ആ വണ്ടിയിലൊന്ന് കയറിക്കോട്ടെ, ഒരു കുഴപ്പവും ഇല്ലെന്നേ. ആരെവിടെ കൊണ്ടുപോകാൻ? നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. വിട്ടുവീഴ്ച, സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങ്, ഇത് പിണക്കം കൊടുത്ത് പിണക്കം വാങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒന്ന് സംസാരിച്ചാൽ തന്നെ തീരുന്ന പ്രശ്നമാണ് പലതും. അതിനൊക്കെ നിങ്ങൾ തയ്യാറാകണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രധാന കേന്ദ്രം നാഗമ്പടം മഹാദേവ ക്ഷേത്രം, തേന്മാവിൻ മുത്തച്ഛി നിലനിൽക്കുന്ന ആ ക്ഷേത്ര സന്നിധി. ഞാനൊരാഗ്രഹം പറഞ്ഞല്ലോ, ഞങ്ങൾ വന്നു കണ്ടപ്പോൾ ആ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തണം എന്നൊരു വലിയ ആഗ്രഹമുണ്ടായി. ആ തേന്മാവിൻ ചുവട് ദർശനമുഖമായി കൊണ്ട് അവിടെ ആ സ്റ്റേജുകളൊക്കെ മാറ്റി അവിടെ വലിയൊരു പുണ്യഭൂമി പോലെ ആക്കണം. കാരണം കോട്ടയം അക്ഷര നഗരിയാണ്, സംസ്കാര സമ്പന്നതയുടെ കേന്ദ്രമാണ്. ശിവഗിരി കഴിഞ്ഞാൽ ആ ശിവഗിരിക്കുന്നിലേക്ക് ജനലക്ഷങ്ങൾ കടന്നു പോകുവാൻ കാരണമായ പുണ്യഭൂമിയാണ് എന്ത്? നാഗമ്പടം. അതിങ്ങനെ കിടന്നാൽ മതിയോ? അത് നമ്മുടേതല്ലേ? അതുകൊണ്ട് ശിവഗിരി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം എവിടെയുണ്ടാകണം? നാഗമ്പടത്തിനുണ്ടാകണം. അത്തരത്തിൽ ആഗ്രഹിക്കുകയാണ് ഈ വർഷം. അപ്പോഴാണ് നാഗമ്പടം ക്ഷേത്രത്തിലെ തിരുവുത്സവം വരുന്നു എന്നറിഞ്ഞത്. ആ തിരുവുത്സവത്തിൻ്റെ എല്ലാ മേഖലാ യോഗങ്ങളിലും ഞങ്ങളിത് തുറന്നു പറഞ്ഞു. അതിന് ധാരാളം വ്യക്തികൾ ഭഗവാന്റെ ക്ഷേത്ര സന്നിധിയിൽ ഞങ്ങളാലാകും വിധമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന മനസ്സോടെ പറഞ്ഞ 100 കണക്കിന് സഹോദരീ സഹോദരന്മാരും വിവിധ ശാഖകളുമുണ്ട്. അത് നമുക്ക് സാക്ഷാത്കരിക്കണം. അത് ഏറ്റവും വലിയ ലക്ഷ്യമാണ്. വലിയൊരു പ്രൊജക്റ്റായി ഞങ്ങളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി മാസം 2-ാം തീയതി കൊടിയേറി നാഗമ്പടത്തപ്പൻ്റെ ക്ഷേത്രോത്സവം തുടർന്നുള്ള 8 ദിവസം, 8-ാം ദിവസം ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ആ തിരുവുത്സവം കഴിയുമ്പോൾ അതിൻ്റെ പുനരുദ്ധാരണവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് വലിയ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ ഉത്സവം ഗംഭീരമാക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ വരുന്ന ലക്ഷക്കണക്കിനുള്ള ആളുകൾ, 103 ശാഖയിലെ എത്ര 1000 കുടുംബങ്ങൾ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. ഈ കുടുംബങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു തിരുവുത്സവമായി ഇപ്പോഴും അതിനെ മാറ്റാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഈ ശാഖയിലെ ഘോഷയാത്ര കാണുന്ന വ്യക്തിയാണ് ഞാൻ. ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും നാഗമ്പടത്ത് പോകാറുണ്ടോ? ഇല്ല, ഉറപ്പാ ഇല്ല. അങ്ങനെ പോയിരുന്നെങ്കിൽ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന കോട്ടയത്തെ ഏറ്റവും വലിയ ഉത്സവമായി എന്ത് മാറിയേനെ? നാഗമ്പടത്തെ ഉത്സവം മാറിയേനെ. നമുക്ക് അങ്ങനെ ആക്കണ്ടേ? അങ്ങനെ ആവണം കേട്ടോ, അങ്ങനെ ആവണം.
നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, തൊട്ടപ്പുറത്തിരിക്കുന്ന ഭഗവാനെ കാണാനല്ല പോകുന്നത്, തലയെടുപ്പുള്ള ആനയെ കാണാൻ പലരും തിരുനക്കരയ്ക്ക് പോകും. പക്ഷേ നാഗമ്പടത്തോട്ട് പോകുമ്പോൾ അത്രയും അങ്ങോട്ട് മനസ്സ് കുറവാണ്. നമ്മുടെ കുടുംബം മറന്ന് ലോകം മുഴുവൻ നടന്നിട്ട് കാര്യമുണ്ടോ? വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നാട്ടുകാരുടെ അപ്പനെയും അമ്മയും നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. ഓർത്തുകൊള്ളുക, നമ്മുടെ മൂലക്ഷേത്രം അതാണ്. ആ തേന്മാവിൻ ചുവട് പുണ്യഭൂമിയാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്ന തിരുവുത്സവം നമ്മളുടെ കോട്ടയത്തിന്റെ അഭിമാനം കുറിച്ചുകൊണ്ട് ഈ കോട്ടയം കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് അതിനെ മാറ്റണമെന്ന് ആഗ്രഹിച്ചു. അതിന് രൂപരേഖയൊക്കെ തയ്യാറാക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ഓരോ മേഖല അടിസ്ഥാനത്തിലാണ് ഘോഷയാത്രയും മറ്റും നടത്തുന്നതെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. അങ്ങനെ മേഖലാ യോഗം നടത്തി ഓരോരോ മേഖലകൾക്കും ഓരോരോ ഉത്സവ തീയതി നിശ്ചയിച്ച് കുറിയിട്ടു. ആ കുറിയിൽ തെക്കൻ മേഖലയിൽ പെടുന്നതാണ് പുതുപ്പള്ളി ഉൾപ്പെടുന്ന ഈ ഭാഗം. ഈ തെക്കൻ മേഖലയ്ക്ക് കിട്ടിയിരിക്കുന്നത് തിരുവുത്സവത്തിന്റെ 5-ാം ദിവസമാണ്, അല്ലേ? ഫെബ്രുവരി 5 തീയതിയാണ്. അപ്പോൾ 3-ാം ഉത്സവം തോന്നില്ലേ, അല്ലേ? 3-ാം ഉത്സവം. ആദ്യത്തെ ദിവസം കൊടിയേറ്റ്, അപ്പം 2-ാം ഉത്സവം വരും. കൊടിയേറ്റ്, പിന്നെ 2, 3, അത് ഫെബ്രുവരി മാസം 5-ാം തീയതി കേട്ടോ, ഓർത്തോണം. ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് നമ്മളുടെ തെക്കൻ മേഖലയുടെ താലപ്പൊലി ഘോഷയാത്ര നടക്കുന്നത്. ഈ ദേശത്തെ നമ്മളുടെ പ്രൗഢഗംഭീരമാക്കി ഉത്സവം ആഘോഷിക്കാനുള്ളത് തന്നെയാണ്. അതിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? ഉത്സവത്തിന് മൊത്തം പതഞ്ഞു പൊന്തുക. എന്താ? ബിയറും വൈനും അല്ല പതഞ്ഞു പൊന്തേണ്ടത്. എന്താണ്? നമ്മളുടെ ശരീരത്തിലുള്ള ഭൗതികമായ അവസ്ഥകളൊക്കെ അതിൻ്റെ പരമോന്നതിയിലെത്തണം. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, അനുഭൂതികളെ അതിൻ്റെ പരമസീമയിൽ എത്തിച്ചാറാടിച്ച് ശമിപ്പിക്കണം. അത് ഉത്സവത്തിന് സാധിക്കും. അത്രയ്ക്ക് പ്രൗഢഗംഭീരമാക്കുന്നത് അതുകൊണ്ടാണ്. വിവിധ പരിപാടികൾ വെക്കുന്നത് അതുകൊണ്ടാണ്. കണ്ണിനും കാതിനും മൂക്കിനുമൊക്കെ ഇത്തരത്തിൽ അനുഭൂതിദായകമായ വിവിധ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ തിരുവുത്സവം വളരെ ഗംഭീരമാക്കുവാൻ തെക്കൻ മേഖലയിൽ നടക്കുന്ന താലപ്പൊലി ഘോഷയാത്രയിൽ നമ്മുടെ എല്ലാ ഭക്തജനങ്ങളും കാഴ്ചക്കാരായി സൈഡിൽ മൊബൈൽ ഫോണും പിടിച്ചു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കണ്ടല്ലോ, ഇല്ലേ? അപ്പോ കാഴ്ചക്കാരായി സൈഡിൽ മൊബൈൽ ഫോണും പിടിച്ച് നിൽക്കാതെ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത് അത് വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും ഇന്നിവിടെ ഞാൻ വന്ന് വിളക്ക് കൊളുത്തിയിട്ട് പോകാൻ വന്ന ഞാൻ കുറച്ച് കുടുംബ വിഷയങ്ങൾ സംസാരിച്ചു. അതും ഒരു നിയോഗമായി കാണുന്നു. പ്രിയമുള്ളവരെ, സ്നേഹിക്കുക, ഭഗവാനെ അറിയുക, മഹാഗുരുവിനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകൂ. ഈശ്വരനെ പൂജിക്കാൻ ലോകം മുഴുവൻ ഓടി നടക്കേണ്ട. ഗുരുവിനെ മനസ്സിൽ മുറുകെ പിടിച്ചാൽ സർവ്വവിധമായ നേട്ടങ്ങളും നിങ്ങളെ തേടി വരും എന്ന് ഞാൻ പറയുന്നു എങ്കിൽ എൻ്റെ അനുഭവം കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിലെ മഞ്ഞപ്പൊടി, എൻ്റെ വീട്ടിലെ കുങ്കുമം തേക്കുന്നത് കൊണ്ട് ഞാൻ ക്ഷേത്രങ്ങളിലെല്ലാം കയറി നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതണ്ട. ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും എൻ്റെ വീട്ടിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും മഹാഗുരുവിനെയാണ്. നിങ്ങൾ ഓർക്കുക, ആ മഹാഗുരു എനിക്കൊരു കോട്ടവും വരുത്തുന്നില്ല. ഞാൻ ആ സ്വപ്നം കണ്ടതിലുപരിയുള്ളതെല്ലാം എനിക്ക് തന്നു. ഈ നിമിഷം ഈ സ്റ്റേജിൽ നിന്ന് ഈ ദേഹവിയോഗത്തിന് ഞാൻ തയ്യാറാണ്. ഏത് നിമിഷവും ഞാൻ അങ്ങനെ കരുതിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും വിചാരിക്കും, ഗുരുധർമ്മം പറയുന്ന വേദിയിൽ നിന്ന് ഭഗവാനെ ഉടലോടെ അങ്ങ് പോണേ എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എപ്പോഴും ഗുരുധർമ്മം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. അത് കാരണം കിട്ടുന്ന സമയങ്ങളൊക്കെ ഇങ്ങനെ ഗുരുധർമ്മം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. രാവെന്നോ പകലെന്നോ ഇല്ലല്ലോ. ഉറങ്ങുമ്പോഴും ചിലപ്പോൾ സ്വപ്നത്തിലൊക്കെ ഞാൻ ഗുരുവിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പറയുമ്പോൾ പിന്നെ അതൊക്കെ വേറെ അത്ഭുതമായി പോകുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, ഇതൊക്കെ അനുഭവിക്കാം നിങ്ങൾക്ക്. നിങ്ങളൊന്ന് നോക്കിക്കേ, ഗുരുവിനെ ഒന്ന് മനസ്സിൽ പ്രതിഷ്ഠിച്ച് നോക്കി, സർവ്വവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാവും. മനസ്സ് വിഷമിക്കേണ്ടി വരില്ല നിങ്ങൾക്ക്. തീർച്ചയായും ഗുരുവിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നന്മയിലേക്ക് നിങ്ങൾ നടന്നെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ശ്രീ അനീഷ് ആനന്ദ്, ഒരു ചെറുപ്പക്കാരൻ. സാധാരണ രീതിയിൽ ഈ സമയത്ത് ചെറുപ്പക്കാരെയൊക്കെ കാണണമെങ്കിൽ എനിക്ക് ഇന്നിവിടെ വന്നപ്പോൾ ഒരു ചെറിയ തോന്നൽ. കാരണം ഇവിടെ വരുമ്പം കുറേ ചെറുപ്പക്കാർ സ്വീകരിക്കാൻ നിൽക്കുന്നത്. ഇന്ന് 2-3 തല മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ യുവാക്കളുടെ ഒരു നല്ല യോഗം ഉള്ളതാണ്. തിരക്കൊക്കെ കൊണ്ടായിരിക്കും, പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും എന്ന് നോക്കുന്നു. കാരണം ഈ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെ കാണാൻ ഒന്നെങ്കിൽ താടി മുടിയൊക്കെ നീട്ടി വളർത്തി പാമ്പിനെ വളർത്തിക്കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാർ, ജട്ടി പുറത്തിട്ടുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാർ, സന്യാസിയെ പോലെ ജട വളർത്തിയ ചെറുപ്പക്കാരെയൊക്കെയാണിപ്പോൾ
കാണുന്നത്. അങ്ങോട്ട് പോകുമ്പം എന്താടാ മോനെ എന്ന് ചോദിച്ചാൽ നീ പോടാ ഡാഷ് മോനെ എന്ന് പറയുന്ന ചെറുപ്പക്കാരാണ് ഇന്ന് കൂടുതലും. കാരണം വൈകിട്ട് സംസാരിക്കുന്നത് അവരായിരിക്കില്ല. നിങ്ങൾ ഓർക്കണം, യുവതലമുറ ഇന്ന് അധപ്പതിച്ച് അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ജനസമൂഹത്തിൽ യുവത്വത്തിന്റെ താരമായി നിന്നുകൊണ്ട് ഭഗവാൻ കൽപ്പിച്ചരുളിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി എന്താണെന്ന് തിരിച്ചറിയിച്ചുകൊണ്ട് ഇന്നത്തെ യുവജനങ്ങളുടെ മനസ്സിൽ പോലും ഈ ഭഗവാന്റെ തിരുനാമങ്ങളും ദർശനവും ഒക്കെ എത്തിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സുമായി തൻ്റെ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നിവിടെ ആദരിക്കുന്നത്. അതാണ് ശ്രീ അനീഷ് ആനന്ദ്. അനീഷ് ആനന്ദ് ഒന്ന് പരിചയപ്പെടും. മിക്കവർക്കും അറിയാം അനീഷ് ആനന്ദിനെ. ഗുരുപദം ടിവിയിലൂടെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ അനീഷ് ആനന്ദ് നമുക്ക് വലിയ പ്രചോദനമാണ്, യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു നിരവധി പ്രഭാഷണങ്ങൾ, പലരും എന്നെ വിളിച്ചിട്ട് പറയും സാറേ പ്രഭാഷണം കിട്ടി. ഞാൻ കൊടുത്തിട്ട് ഇവരെങ്ങനെ ഡൽഹിയിലായാലും ബോംബെയിലായാലും കുവൈറ്റിലായാലും ഒക്കെ പലരും പറയും സാറിൻ്റെ പ്രഭാഷണം ഞങ്ങൾ കേട്ടു. എങ്ങനെ? അത് ഗുരുപദം ടിവിയിലൂടെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് യുവത്വത്തിന് മാതൃകയായി വരുന്ന അനീഷിനെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന തിരിച്ചറിവാണ് ഇന്ന് വളരെ മാതൃകാപരമായി പുതുപ്പള്ളി ശാഖായോഗം അനീഷ് ആനന്ദിനെ ആദരിക്കുവാൻ ഒരുങ്ങിയത് എന്നുകൂടി മനസ്സിലാക്കുന്നു. പ്രത്യേകമായി അതിന് ഈ ശാഖയെയും അഭിനന്ദിക്കുകയാണ്. കാരണം നല്ലത് ചെയ്യുന്നവരെ അംഗീകരിക്കുവാനുള്ള മനസ്സ് അത് തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം വളരെ വൈകി. എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് പരസ്പരം പങ്കിട്ട് പരസ്പരം ചിരിച്ചുകൊണ്ട് സ്നേഹിച്ചു പിരിയാം. ഭഗവാൻ ആനന്ദത്തോടുകൂടി എപ്പോഴും ഉണ്ടാകും. ആനന്ദമുണ്ടെങ്കിൽ ഭഗവാൻ ഉണ്ടാകൂ. മനസ്സിൽ ആനന്ദമുണ്ടെങ്കിൽ ഭഗവാൻ മനസ്സിലുണ്ടാവും. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.